കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് കാണുവാൻ സംസാരിപ്പാൻ ഒക്കെ ദൈവം അവസരം നൽകിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. पिछले सालों से अलग होकर ऐसे अलग अलग जगहों पर बैठकर एक दूसरे को देखने के लिए और बात करने के लिए प्रभु ने सहायता किया, इसलिए प्रभु को धन्यवाद। നമ്മള് എല്ലാവരും അറിയുന്നത് പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. जैसे हम लोग सब जानते हैं, एक खास अनुभव के द्वारा हम सब गुजर रहे हैं। എന്നാൽ ഇതിന്റെ നടുവിലൊക്കെ നമുക്ക് വേണ്ടിയത് നാം കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നവരാണോ എന്ന് ചോദിക്കണം. लेकिन इसके बीच में जो हमें चाहिए, क्या हम परमेश्वर के लिए तैयार होने वाले लोग हैं? ക്രിസ്തീയ ജീവിതം ഒരു കാത്തിരിപ്പിന്റെ ജീവിതമാണ്. मसीह जीवन जो है एक इंतजार का, बाढ़ जो होने का जीवन है। നമുക്ക് ഒരു പ്രത്യാശ ദൈവം നൽകി തന്നിട്ടുണ്ട്. परमेश्वर ने हमें एक आशा दिया है। അത് ഒന്നുകിൽ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ നാം കർത്താവിനോട് ചേരുന്ന ദിവസം. वो या तो परमेश्वर संसार में दोबारा आएगा हमें ले जाने के लिए, नहीं तो हम परमेश्वर के साथ जुड़ जाएंगे। അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുന്നുണ്ടോ എന്നാണ് ഇന്ന് നമ്മുടെ വചന ധ്യാനത്തിൽ നമ്മോട് ചോദിക്കേണ്ടത്. और इसके लिए क्या हम अपने आप को तैयार करते हैं, ये आज के वचन के द्वारा हम इस बात को मगन करेंगे। ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നാം ഈ ദേശത്തിനുള്ളവരല്ല എന്ന്. एक बात हम साफ स्पष्ट रूप से समझते हैं कि हम इस देश के नहीं हैं। നാം എവിടെ വസിച്ചാലും നാം പരദേശികളാണ്. हम जहां भी रहते हो हम परदेसी है। ഈ ഭൂമിയിൽ നാം പരദേശികളാണ്. ये संसार में हम परदेसी है। എന്നാൽ ദൈവം നമുക്ക് നിത്യമായ ഒരു വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. लेकिन परमेश्वर हमारे लिए एक अनंत काल का वास, एक भवन बना रहा है। അപ്പൊ നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് ആ നിത്യ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ഒരുക്കമാണ് നടത്തേണ്ടത്. तो हमारी लक्ष्य और हमारा मकसद ये होना है, हमें उस राज्य में, उस अनंतता में प्रवेश करने का तैयारी हमारे जीवन में करना है। നമ്മുടെ ഈ ഭൂമുഖത്തുള്ള വാസത്തിൽ നാം എപ്പോഴും എവിടെ പോകുന്നു എന്നുള്ളത്, ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ നാം എവിടെ ചെന്ന് എത്തും, എവിടെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. इस संसार में कोई भी यात्रा करने के पहले हमें कहाँ जाना है, कहाँ पहुंचेंगे और कब जाना है, इन तमाम बातों का हम ख्याल है। ഒരുവനും മകളുടെ ലക്ഷ്യം മുഴുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. एक परमेश्वर का बेटा बेटी का पूर्णता मकसद यही होना है, कैसे परमेश्वर के राज्य में प्रवेश करे। സത്യവേദ പുസ്തകം നാം മുഴുവനായിട്ട് പരിശോധിച്ചാൽ ആ ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്ര തിരിച്ച വ്യക്തികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. परमेश्वर के कलाम को पूरी तरह से अगर हम जांच ले तो ऐसे मकसद के साथ जिया हुआ प्रभु के भक्तों को हम इसमें पाते हैं। അതുകൊണ്ട് തന്നെ നാം ദൈവവചനം പഠിക്കുന്ന അവസരത്തില് നമ്മുടെ എപ്പോഴുമുള്ള ചോദ്യം ഇതാണ്, എന്നാണ് കർത്താവിന്റെ വരവ് ആയിരിക്കുക എന്നുള്ളത്. और इसलिए प्रभु के कलाम पढ़ते समय हमेशा ये सवाल हमारे सामने होना है कि प्रभु का आगमन कब होगा। ക്രിസ്തുവിന്റെ നാളിലേക്ക് നാം ഒരുക്കപ്പെടുന്നുണ്ടോ എന്ന ദൈനംദിനം നമ്മോട് ചോദിക്കേണ്ടത്. परमेश्वर के उस दिन के लिए या यीशु मसीह के उस दिन के लिए क्या हम हर रोज तैयार होते हैं। അതുകൊണ്ട് പൗലോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. इसीलिए पौलुस ने अपने पत्र लिखते समय ऐसा लिखा, जो यीशु मसीह में मरे हैं वो पहले जी उठेंगे। എന്നാൽ ജീവനോടെ ശേഷിക്കുന്ന നാം യേശുവിനെ സ്വീകരിപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. लेकिन हम जो जीवित है, हम बादलों में उठा लिए जाएंगे, हवा में हमारे मसीह को मिलने के लिए। അപ്പോൾ ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിൽ നമുക്ക് ചിന്തയായിരിക്കേണ്ടത്, നമ്മുടെ ധ്യാനമായിരിക്കേണ്ടത് നാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തികളാണോ എന്നാണ്. तो आज हमारे वचन मगन करने में हमें ये स्मरण करना है कि क्या हम परमेश्वर की आगमन के लिए तैयार हो रहे हैं। യേശുവിന്റെ വരവ്, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. परमेश्वर का आगमन बहुत ही निकट हुआ ऐसा समय में हम जीते हैं। താൻ തന്റെ സഭയെ ചേർക്കുവാനാണ് വരുന്നത്. वो अपनी कलीसिया को अपने साथ ले जाने के लिए आ रहा है। ആ സഭ എങ്ങനെയുള്ളതായിരിക്കണം? वो कलीसिया कैसा होना है? നമ്മള് ഇപ്പോൾ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഷാർജയിൽ നിന്നോ ഒക്കെ ഇന്ത്യയിലോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്നവരെ അവരെ
ഒരു പർട്ടിക്കുലർ രജിസ്ട്രേഷന് വേണ്ടി പോകണമെന്നൊക്കെ ഇവിടെ കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു ഞാൻ കേട്ടു. मैंने ऐसा सुना कि अभी शारजा दुबई वगैरह से जो केरल में वापस लौटना चाहते हैं, यहाँ आने की प्रक्रिया के तौर पर एक जगह पर उन्हें रजिस्टर करना है, उन्हें रेखा। അപ്പോൾ ആരാണ് ഇങ്ങോട്ട് വരാൻ യോഗ്യതയുള്ളവര്, പ്രയോറിറ്റി ആർക്കാണെന്നുള്ളതിനെ കുറിച്ച് ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. तो यहाँ पर जो आना चाहते हैं उनमें से प्राथमिकता किसको देना चाहिए, इस बारे में यहाँ की गवर्नमेंट ने वहाँ के लोगों को बताया है. ഇതേപോലെ നമുക്ക് ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുവാനുള്ള ഒരുക്കം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് സത്യവേദ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. इसी तरह परमेश्वर के स्वर्ग राज्य में प्रवेश करने के लिए क्या कुछ तैयारियां हमको करनी है, ये परमेश्वर का सत्य कलाम में लिखा. ഒരു താക്കോൽ വാക്യം അല്ലെങ്കിൽ ഒരു കീ വേഴ്സ് നമുക്ക് അതിനു വേണ്ടി വായിക്കാം. एक चाबी का वचन हम इसके लिए पढ़ेंगे. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. എഫേസിയോं की पत्री 5 उसका 27वां आयत. കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ സഭ എപ്രകാരമുള്ളതായിരിക്കണമെന്നതിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. यहाँ पर कलीसिया कैसा होना है, इस बारे में व्यक्त रूप से लिखा गया है. കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തന്നെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. वहां पर ऐसा लिखा है, एक ऐसी कलीसिया जिसमें कलंक ना हो, झुरी ना हो और जो निर्दोष हो, ऐसी कलीसिया के लिए परमेश्वर आएगा. അങ്ങനെയെന്ന് വരികില് നമ്മോട് ചോദിക്കേണ്ടത്, ഞാൻ എത്രമാത്രം ഈ കർത്താവിന്റെ സഭയിലെ ഞാൻ എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണമെന്നാ ചോദിക്കേണ്ടത്. अगर ऐसा है तो हमें ये सवाल करना है, मैं परमेश्वर के लिए कलीसिया में किस तरह का व्यक्ति हूँ. ഇത് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ മാത്രമല്ല, സഭയെ കുറിച്ചുള്ള വിവരണം പറയുമ്പോൾ പഴയ നിയമത്തിലും ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. परमेश्वर की कलीसिया के बारे में नया नियम में ही नहीं, लेकिन पुराना नियम में भी परमेश्वर के मंदिर के बारे में यही बात को लिखा है. അതിന് നമുക്ക് സത്യവേദ പുസ്തകത്തിലെ ഓരോ വ്യക്തികളെ വേണമെങ്കിൽ എടുത്ത് പഠിക്കാം. और इसके लिए हम प्रभु के वचन से एक एक व्यक्ति को लेके सीख सकते हैं. അവരുടെ ജീവിതത്തില് എത്രമാത്രം ദൈവസന്നിധിയിലെ വിശുദ്ധിയും നിർമ്മലതയും നിഷ്കളങ്കതയും ദൈവത്തിനെ കൊള്ളാകുന്നവരുമായി ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വസ്തുതയാണ്. उनके जीवन में कितना वो लोग निर्दोष थे, बिना कलंक के थे, बिना किसी पाप के थे, ये उनकी जीवन के इतिहास को सीखने से हमको पता चलता है. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഒരു പ്രധാന വാക്യം പറഞ്ഞിട്ടുണ്ട്. അത് 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. 1 തിമോത്തിയോസ് 4:12. पहली तिमोथियोस 4:12 में पौलोस ने एक बात को लिखा है, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഇവിടെ വാക്കിലെ നടപ്പിലെ സ്നേഹത്തിലെ വിശ്വാസത്തിലെ നിർമ്മലതയിലെ ആർക്കാണ് സാക്ഷിയായിരിക്കേണ്ടത്, എക്സാമ്പിൾ ആയിരിക്കേണ്ടത്? यहाँ पर जो लिखा है, आप जो है विश्वास, पवित्रताई, प्रेम, विश्वास योग्यता और आदर्श किसके लिए बनना है? ये एग्जाम्पल बिफोर द बिलीवर्स. एक आदर्श जो हमें विश्वासियों के बीच बनना है. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം എത്രമാത്രം ദൈവസന്നിധിയിലെ പ്യൂരിറ്റിയോടുകൂടെ അല്ലെങ്കിൽ വേർപാട് ജീവിതവും ഉപദേശവും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. और इसलिए हमारे जीवन में शुद्धिकरण, पवित्रता या अलगावट कितना हमारे जीवन में है, इसको हमें जांचना है. അത് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമുക്കത് സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. और वो हमारे परिवार में या हमारे व्यक्तिगत जीवन में हो तो ही हम उसे कलीसिया में ले आ. ഞാൻ പറഞ്ഞ കുറുവാക്യം മറന്നു പോകരുത്. मैंने जो चाबी का वचन दिया वो भूलना नहीं.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞു, കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെ കർത്താവിനെ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. एफेसियों की पत्री में 5 उसके 25 में हमने ऐसा पढ़ा, ताकि कलीसिया को बिना किसी झुर्री के, बिना कलंक के निर्दोष होकर पाया जाए, इसलिए यीशु मसीह ने अपने आप को दे दिया. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ടത്, എനിക്ക് എത്രമാത്രം വേർപാട് ജീവിതം ഈ ലോകത്ത് നിന്ന് അനുരൂപരാകാതെ ജീവിപ്പാൻ കഴിയുന്നു എന്നുള്ളതാണ്. इसलिए हमारी मसीह जीवन में हमें अपने आप से ये सवाल करना है कि जब मैं इस संसार में जीता हूं तो कितना अलगावट मैं इस संसार से रख पाता हूं. ആ വേർപാട് ജീവിതം നയിപ്പാൻ കഴിഞ്ഞില്ലെന്ന് വരികില് നമുക്ക് ഈ ലോകത്തോട് സന്ദേശമില്ല. अलगावट की जीवन अगर हम नहीं जी सकते इस संसार में, तो हमें संसार के लिए कोई उपदेश नहीं. എന്റെ ഭാര്യയും ഞാനും കൂടെ ഒരിക്കൽ പൂനെയിൽ നിന്ന് ഞങ്ങള് കേഡ്ഗാവിലോട്ട് നൈനാച്ചായന്റെ അടുത്തോട്ട് പോവുകയാണ്. രാവിലെ ആ ഫസ്റ്റ് ട്രെയിനിൽ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളുപ്പിന് 7 മണിക്ക് യാത്ര ചെയ്യുക. आप और आपकी पत्नी जो है पूना से खेड़गांव की ओर हमारे नैना नपचन के पास सुबह लगभग 7 बजे उस ओर जा रहे थे. ഞങ്ങളെ അവസരത്തില് പൂനെയില് താമസിച്ച് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നു. उस समय में पूना में रह के आप सेवा करते थे. എന്റെ വൈഫ് വെള്ള സാരിയ ഉടുത്തിരിക്കുന്നത്, കാതയിലും കഴുത്തയിലും സ്വർണ്ണാഭരണങ്ങളും ഇല്ല. आपकी पत्नी ने सफेद साड़ी पहना था और कोई जेवरात भी नहीं पहना. അപ്പോൾ ഒരു ഹിന്ദു മനുഷ്യൻ, അദ്ദേഹം ഒരു ഹിന്ദു ഡിവോട്ടിയാണ്, ഞങ്ങളുടെ മുന്നേ വന്നിരുന്നു. तो एक हिंदू भक्त जो है वो हमारे सामने. എന്റെ വൈഫിനോട് ചോദിച്ചു, ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? मैंने आपकी पत्नी से सवाल किया कि आप विधवा होके कितना साल हो गया. അപ്പൊ പറഞ്ഞു, ഇല്ല, ഈ ഇരിക്കുന്നത് ഭർത്താവാണെന്ന്. तो आपकी पत्नी ने कहा कि नहीं, वो मरे नहीं है, मेरे साथ जो है वही मेरा पति है. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താ വെള്ള ധരിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാതിരിക്കുന്നത്? അത് ഭർത്താവ് മരിച്ചതിന്റെ ഒരു അടയാളമായിട്ടാണ് ഞങ്ങൾ. तो उन्होंने ये सवाल किया कि आपने फिर ऐसा सफेद रंग का साड़ी क्यों पहना है, आपने जेवरात क्यों नहीं पहन रखे हैं? हमारे इसमें ऐसा जो व्यक्ति रहता है उसको विधवा कहते हैं, जिसका पति का मृत्यु हो गया है, वो इस तरह है. അവരോട് അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾക്ക് അറിയാവുന്ന ഹിന്ദിയില്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഏറ്റവും ഭംഗിയായിട്ടാണ്. हमने उसको जिस हिंदी हमें उस समय पता था उसमें उनको बताया, परमेश्वर ने उत्तम रीति से हमारी सृष्टि है. ഈ ശരീരത്തിൽ നാം ഭംഗി കൂട്ടാനായിട്ട് നാം എന്തെങ്കിലും ചെയ്താൽ സൃഷ്ടാവിനെ കളിയാക്കുകയും ചോദ്യം ചെയ്യുകയുമാണ്. अब हमारी इस शरीर को और भी खूबसूरत बनाने के लिए अगर उसके ऊपर हम कोई भी कारीगरी करते हैं, तो जिसने हमें बनाया उसकी निंदा करने की तुल्य है. അപ്പോഴാണ് പുള്ളിക്കാരന് കുറെ കാര്യങ്ങൾ. तो उस व्यक्ति कुछ बातों को समझ लिया. ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ ജീവിതത്തിലെ വേർപാട് ജീവിതം നയിപ്പാനായിട്ട് ദൈവം വിളിച്ചെങ്കിൽ അത് അതുപോലെ തന്നെ അനുസരിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ये मेरा कहने का तात्पर्य, प्रभु ने अगर अलगावट की जीवन बिताने के लिए हमें बुलाया है, तो 100% अलगावट के साथ क्या हम जीवन को बिता सकते हैं? വിശ്വാസത്തിന്റെ പിതാവായ എബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, विश्वास के पिता अब्राहम के बारे में जब हम पढ़ते हैं, ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പിതൃദേശത്തെ വിട്ട് ഞാൻ എനിക്ക് കാണിപ്പാനുള്ള ദേശത്തേക്ക് യാത്ര തിരിക്കുക. परमेश्वर ने इब्राहिम से कहा कि तुम अपने पिता के देश को छोड़कर मैं जो देश तुम्हें दिखाने वाला हूँ उस ओर निकल जा. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിലാണ് നാം ആ ദൈവിക വിളിയെ കുറിച്ച് വായിക്കുന്നത്. उत्पत्ति की किताब 12वें अध्याय के 1, 2 और 3 आयत में उस परमेश्वर की बुलावट को हम देख सकते हैं. എന്തുകൊണ്ടാണ് എബ്രഹാം ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കിയോ എന്തോ, അങ്ങനെ തുടങ്ങാൻ കാര്യം എന്താണ് ഉണ്ടായത്? और क्यों इब्राहिम ने इस बात को सुनकर उसे समझा या नहीं समझा कि ये परमेश्वर का वचन है, लेकिन क्यों उसके पीछे वो निकल पड़ा? ഞാന് അതിന് 3 കാരണങ്ങളാ പറയുന്നത്. मैं उसके लिए 3 कारण बताता हूँ.
ഒന്ന്, एक एक താന് ദൈവത്തിന്റെ വിളിയാണ് ഇതെന്ന് തന്റെ ജീവിതത്തിൽ ये एक बुलावट है, ये वो अपने जीवन में पहचान लिया। ദൈവം നമ്മെ വിളിച്ചെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട്. ने हमें बुलाया है, ऐसा एक पूर्ण विवेक की ओर क्या हम आ पाए हैं? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് എന്റെ സ്വന്തം അനുഭവമാണ്. परमेश्वर को उद्धारकर्ता और मेरा तारणहारा के तौर पर मैंने जो स्वीकार किया है वो मेरा व्यक्तिगत जीवन है। ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്ന് വരികില് ഞാൻ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, ആ അനുഭവത്തിൽ കടന്നു വരണം. एक व्यक्तिगत ऐसा अनुभव अगर हमारे जीवन में नहीं हुआ है, प्रिय भाइयों बहनों, मैं आपको सलाह दूंगा, ऐसी अनुभव में हमको आना है। ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. परमेश्वर के साथ एक भेंट हमारा होना है। അത് വരുമ്പോഴാണ് അയ്യോ എന്റെ ജീവിതത്തിൽ ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം ഉണ്ടാകുന്നത്. और ये जब होता है तब हमारे जीवन में कि ये रिश्ता मेरे पास हुआ है, ये अनुभव मुझे मिला है, इसका आनंद मुझे मिलता है। യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. यीशु मसीह को विश्वास करके जिन्होंने उसको ग्रहण किया है, उसे परमेश्वर का संतान होने का अधिकार दिया है। യേശു ക്രിസ്തു മൂലം നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. यीशु मसीह के माध्यम से हम परमेश्वर के संतान बन चुके हैं। അപ്പോൾ എബ്രാമിന്റെ ജീവിതത്തില് താന് തന്റെ സ്വദേശത്തെ, തന്റെ ചാർച്ചക്കാരെ, അന്നുള്ള തന്റെ ആ കൾച്ചറിനെ എല്ലാം വിട്ടുപോകാൻ കാര്യമുണ്ടായത് ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ആ ഉറപ്പാന്റെ അടിസ്ഥാനത്തിലാണ്. तो उस जमाने में इब्राहिम जो परमेश्वर की बुलावट सुनकर उस बुलावट के पीछे निकला, अपने घर को, प्रियजनों को, अपने रिश्तेदारों को, यहाँ तक कि अपने तमाम वो रीति रिवाजों को छोड़कर इसलिए निकला क्योंकि उसे पूरा विश्वास था जिसने उसे बुलाया वो परमेश्वर है। അത് തന്റെ സ്വന്തം അനുഭവമായിരുന്നു. और वो उसका एक व्यक्तिगत अनुभव था। എന്നാൽ തന്റെ സഹോദരപുത്രനായ ലോത്ത് തന്നെ പിൻപറ്റി. लेकिन उसका चचेरा भाई लूत जो है वो भी उसके पीछे निकल पड़ा। എന്നാൽ അദ്ദേഹത്തിന് ഈ വ്യക്തിപരമായ അനുഭവം ഉണ്ടായ ആളല്ല. लेकिन उसे ये व्यक्तिगत अनुभव नहीं मिला है। എന്റെ പിതാവിന്റെ സഹോദരൻ പോകുന്നു, ഞാനും പുറകെ പോകുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. मेरे पिता का भाई जाता है तो मैं भी उसके पीछे निकलता हूँ, यही उसका एक आदर्श था। അതുകൊണ്ട് തന്നെ തന്റെ ലക്ഷ്യം വ്യത്യസ്തമായിരുന്നു. और इसीलिए उसका मकसद भी अलग था। എബ്രാമിന്റെ ജീവിത ലക്ഷ്യം മുഴുവൻ എന്നെ വിളിച്ച ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ കഴിയുക എന്നുള്ളതാണ്. इब्राहिम का जीवन का मकसद इतना ही था, जिस परमेश्वर ने मुझे बुलाया उस परमेश्वर के साथ एक नजदीकी रिश्ता बनाए रखूं हर समय। അപ്പോൾ രണ്ടാമത് the focus of the journey was God alone. और उस यात्रा का केंद्र बिंदु जो था वो हमेशा परमेश्वर था। അതുകൊണ്ട് നമ്മള് 12ാം അധ്യായത്തിലും 13ാം അധ്യായത്തിലും ഒക്കെ വായിക്കുമ്പോൾ, 12 13 അധ്യായങ്ങൾ വായിക്കുമ്പോൾ താൻ പോയടുത്തെല്ലാം ഒരു ആൾട്ടർ പണിയുന്നു, ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. और इसलिए उत्पत्ति का किताब 12 और 13 को जब भी हम पढ़ते हैं, जहां कहीं भी इब्राहिम गया उन तमाम जगहों पर इब्राहिम ने एक वेदी बनाया परमेश्वर के लिए, बलि चढ़ाने के लिए, आराधना करने के लिए। എബ്രാമിന്റെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. अब्राहम के जीवन में परमेश्वर के साथ एक निरंतर वार्तालाप था। തന്റെ ജീവിത ലക്ഷ്യം വസ്തുതകളല്ല, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. और उसका जीवन का मकसद जो था इस संसार की चीजें नहीं था, लेकिन उसका मकसद परमेश्वर की आराधना और दंडवत करना था। അൺസർട്ടനിറ്റീസ് പലതുമുണ്ട്, अनिश्चितता बहुत सी है, എന്നാൽ അതല്ല ഉറപ്പുള്ള വിഷയം, എന്നെ വിളിച്ച ദൈവവുമായിട്ടുള്ള ഉച്ചബന്ധത്തിൽ കഴിയണമെന്നുള്ളതാണ്. लेकिन वो उसका विषय नहीं था। मुझे जो परमेश्वर ने बुलाया उस परमेश्वर के रिश्ते में, उसके साथ एक गहरे संबंध में मुझे रहना है, ये इब्राहिम का मकसद था। അതുകൊണ്ട് എബ്രാഹിം തന്റെ ജീവിതത്തില് തന്റെ ഡിസെൻഡൻസിന്റെ മുൻപാകെ മാതൃകയുള്ളവനായിട്ടാണ് ജീവിച്ചത്. और इसीलिए इब्राहिम अपने जीवन में अपने नस्ल के सामने एक आदर्श का पुरुष बनकर जिया।
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. उत्पत्ति का किताब 18 अध्याय का 18वें आयत को അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. इब्राहिम से तो निश्चय एक बड़ी और सामर्थी जाति उपजेगी और पृथ्वी की सारी जातियां उसके द्वारा आशीष पाएंगी. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് മുമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എബ്രഹാമിനെ തിരഞ്ഞെടുത്തത് തന്റെ തലമുറയിൽ മുഴുവൻ ഇത് ഒരു മാതൃകാ പുരുഷനായിരിക്കേണ്ടതിന് വേണ്ടിയാണ്. परमेश्वर ने जो इब्राहिम को चुन लिया था वो अपने उस जमाने में उस समय में सभी के लिए आदर्श बनने के लिए. അതുകൊണ്ടാണ് ഞാൻ മൂന്നാമത് പറയുന്നത് he was a model for the descendants. और इसीलिए मैं तीसरा बात कहता हूँ वो अपने नस्ल के लिए या अगली पीढ़ी के लिए आदर्श का व्यक्ति था. എന്നെ വിളിച്ച ദൈവവുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അവൻ എന്നോട് പറയുന്നത് എന്റെ തലമുറയില് ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഉറപ്പുണ്ട്. मुझे जिसने बुलाया मेरा रिश्ता उस परमेश्वर के साथ है और मेरे आने वाली पीढ़ी को मुझे ये सिखाना है कैसे उस परमेश्वर की राह में चलना है. അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ താൻ തയ്യാറായി. और उसके लिए अपना सब कुछ त्याग देने के लिए तैयार था. പ്രയോറിറ്റീസ് മറ്റൊന്നിനും തന്നെയില്ല. प्राथमिकता और किसी भी चीज के लिए नहीं. തന്നെ വിളിച്ച ദൈവവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിലാണ് ജീവിതം നയിക്കുന്നത്. अपने बुलाए हुए उस परमेश्वर का गहरे रिश्ते में इब्राहिम ने अपने जीवन को बिताया. ആ ദൈവവുമായിട്ടാണ് താൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. उस परमेश्वर के साथ वो वार्तालाप करता है. ആ ദൈവത്തെ ആരാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏക ലക്ഷ്യമായിരിക്കുന്നത്. और उस परमेश्वर की आराधना दंडवत करना उसके जीवन का एकमात्र मकसद है. ആ ദൈവത്തിനെ ഞാൻ ഒരു മാതൃകയായിരിക്കണം, മറ്റ് ജനങ്ങൾക്ക് മാതൃകയായിരിക്കണം, അതിനുള്ള ജീവിത ശൈലിയാണ് താൻ തുടർന്ന് വന്നത്. और लोगों के बीच में उस जमाने में मुझे एक आदर्श बनना है, इस रीति से उसका जीवन था. ഞാനിത് ഇങ്ങനെ ഇരുന്ന് പറയുന്ന അവസരത്തിലെ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കണം. मैं ऐसा जब कहता हूँ प्रियजनों अपने जीवन को जांच कर देखो. ഈ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? इस परमेश्वर के साथ एक मुठभेड़ एक भेंट हमारा हुआ है क्या? നമ്മുടെ പ്രയോറിറ്റി വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ കഴിയുന്നതിനുമാണോ? हमारी प्राथमिकता परमेश्वर के साथ उसके संग जीवन बिताने का और उसके साथ एक गहरा रिश्ता रखने का है या नहीं? നമ്മുടെ മക്കൾക്ക് നാം കാണിച്ചു കൊടുക്കുന്ന മാതൃക എന്താണ്? हमारे बच्चों को हम क्या आदर्श सिखाते हैं? ഞാന് പലപ്പോഴും പറയാറുണ്ട്, ഒരു എബ്രാഹിമും ഇസാക്കിനെ യാഗം ചെയ്യുവാനായിട്ട് കൊണ്ടുപോയി. मैं अक्सर ये बात कहता हूँ, इब्राहिम जो है इसहाक को बलि चढ़ाने के लिए ले गया അവര് രണ്ടുപേരും കൂടെ പിന്നെ തിരിച്ചു വന്നു. और वो दोनों वापस लौट आए. ഇവിടെ നമ്മൾ വായിക്കുന്നില്ല എബ്രാഹിം ഇസാക്ക് അയ്യോ എന്റെ അപ്പന്റെ ഈ വിശ്വാസത്തിനെ ഞാൻ ഒരു ബലിയാടായെന്നല്ല എബ്രാഹിം അവൻ ഇസാക്ക് അവിടെ പറയുന്നത്. वहां पर इसहाक ये नहीं कहता मेरे पिता के विश्वास के लिए मैं एक बलि बन गया. എന്നാൽ നേരെ തിരിച്ച് എന്റെ അപ്പന്റെ വിശ്വാസത്തിന്റെ പങ്കാളിയാണെന്നാണ് തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. आगे के इसहाक के जीवन से हम समझ पाते हैं मेरे पिता के विश्वास का भागीदार हूं मैं, ऐसा उसका जीवन था. അതുകൊണ്ട് നാം എബ്രാഹിമിന്റെ കാലം കഴിഞ്ഞിട്ട് എബ്രാഹിമിന്റെ കാലത്ത് തന്നെ നാം ഇസാക്കിനെ കുറിച്ച് വായിക്കുന്നത് താൻ വീണ്ടും വീണ്ടും യാത്ര തുടർന്നു. और इसलिए हम अब्राहम के समय में ही इसहाक के बारे में पढ़ते हैं, वो फिर से इस यात्रा को जारी रखा. കാരണം ഞാൻ ഈ ദേശത്തുള്ളവനല്ല, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ദേശമുണ്ട് എന്നുള്ള ഉറപ്പ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. क्योंकि ये देश मेरा नहीं है, मेरे लिए परमेश्वर ने तैयार किया हुआ एक देश है, इसका एक पुख्ता भरोसा इसहाक में था. എബ്രാഹിമിന്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കുമ്പോൾ ഒരുപാട് ടെസ്റ്റുകളിലൂടെ താൻ കടന്നുപോയി.
अब्राहम की जीवन को जब मैंने जांचा तो बहुत सी परीक्षाओं के द्वारा अब्राहम को ले चला। ഒന്നാമത്തെ ടെസ്റ്റ് ആയിരുന്നു ടെസ്റ്റ് ഓൺ പ്രയോറിറ്റീസ്. ഏതിനാണ് നീ മുൻഗണന കൽപ്പിക്കുക? पहली उसका जो परीक्षा था या परखे जाना था वो उसकी प्राथमिकता पे था कि तुम अपने जीवन में प्राथमिकता किसको देते हो। സ്വദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ എനിക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? अपने देश को, पिता के घर को, अपनी संस्कृति को छोड़कर एक निकाने वाले देश में जाने को जब कहा तो मैंने किसको प्राथमिकता दिया? നമ്മൾ പലപ്പോഴും പ്രയോറിറ്റി നമുക്ക് ഇന്ന കാര്യങ്ങൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത പ്രയോറിറ്റീസ് ഉണ്ട്. हमारे जीवन में कई मर्तबा हमने तय किया हुआ एक प्राथमिकता है। ഇന്ന് ചോദിക്കേണ്ടത് എനിക്ക് ദൈവിക പ്രയോറിറ്റീസിലേക്ക് വരാനായിട്ട് കഴിയുമോ എന്നാണ്. आज हमें सवाल करना है, क्या उस ईश्वरीय प्राथमिकता में मैं वापस लौट आ सकता हूँ? എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 9 വാക്യം വായിക്കുമ്പോൾ इब्रानियों की पत्री 12वां अध्याय में जब हम पढ़ते हैं 11:9 11 का 9, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവാസികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രയോറിറ്റീസ് എന്താ ഇവിടെ? तो यहाँ पर प्राथमिकता क्या है? ദൈവം ഒരുക്കുന്ന ഒരു ദേശമുണ്ട്. परमेश्वर मेरे लिए तैयार करने वाला एक राज्य है। ഈവൻ പ്രോമിസ് ലാൻഡിലേക്ക് വന്നിട്ടും തന്റെ ലക്ഷ്യം മുഴുവൻ ഇതല്ല എന്നുള്ള ഉറപ്പിലാണ് യാത്ര ചെയ്യുന്നത്. प्रतिज्ञा किया हुए देश में आने के बावजूद भी मेरा मकसद ये नहीं है, इस एक इतिहा मनोभाव के साथ वो जीवन को बिता रहा है। ദൈവം നമ്മെ ഒരു ടെസ്റ്റിൽ വെച്ചിട്ട് ഇന്ന് നീ നിന്റെ പ്രയോറിറ്റി നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും തീരുമാനിക്കുന്നത്? परमेश्वर अगर हमारे जीवन में हमको परखे और हमसे कहे कि तुम तुम्हारी प्राथमिकता की एक सूची बनाओ, तो क्या होगी हमारी प्राथमिकता? ഞാനും എന്റെ വൈഫും എന്റെ മോളുമായിട്ട് 5 വർഷത്തോളം അമേരിക്കയിൽ താമസിച്ചു. आप, आपकी पत्नी और बेटी परिवार समेत 5 साल तक अमेरिका में थे। എന്റെ പല സ്നേഹിതരും എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഗ്രീൻ കാർഡെങ്കിലും എടുത്തേച്ച് പോയാ മതി. मेरे बहुत से प्रियजनों ने और सलाहकारों ने कहा, यहाँ के कम से कम एक ग्रीन कार्ड लेकर आपको वापस जाना है। ഒരു പ്രിയ പാസ്റ്റർ എന്നോട് പറഞ്ഞു, 10 പുത്തൻ ഉണ്ടാക്കി പോയാ മതി, വെറുതെ എന്തിനാ ഈ തിരക്ക് കൂട്ടി നാട്ടിലോട്ട് പോകുന്നെന്ന്. और मेरा एक मित्र पास्टर ने ये कहा कि 10 कुछ पैसे बना के जाओ, क्यों इतना जल्दी आपको गाँव जाने की? അവിടെയുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരെ, അവിടെയുള്ള ദൈവമക്കളെ, ഞങ്ങളെ ദൈവകൃപയാൽ ആരംഭിച്ച സഭയിലെ പാസ്റ്റർ ഇന്ന് അവിടുത്തെ ശുശ്രൂഷനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കണം, എന്നിട്ട് ഇവിടുത്തെ സഭാ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഇവിടെ സുഖമായി കഴിയാമല്ലോ, എന്തിനാ നാട്ടിലോട്ട് പോകുന്നേ? और वहां पे जब हम लोग थे, वहां पे जिस कलीसिया में सेवा करते थे, वहां का एक प्रिय मित्र ने बोला कि आप क्यों अब गांव जाना चाहते हो? यहाँ की कलीसिया का नेतृत्व करते हुए आप यहाँ पर जी सकते हैं। वो व्यक्ति आज वहां का पासवान है, उस कलीसिया को नेतृत्व करते हैं। ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി ഞാനും ഓമനയും കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. और उस विषय के लिए आप और परिवार प्रार्थना करते रहे। അപ്പൊ ദൈവം എനിക്ക് വളരെ വ്യക്തമായ ഒരു ദർശനം ഈ വിഷയത്തെ കുറിച്ച് തന്നു. तो परमेश्वर ने एक स्पष्ट दर्शन दिया, നീ ഇവിടെ താമസിക്കാമെന്ന് അഗ്രി ചെയ്യുക, എന്നിട്ട് അവരോട് പറയാൻ നാട്ടിൽ പോയി ശുശ്രൂഷ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട്. और परमेश्वर ने मुझसे कहा, ठीक है, आप मान लो, आप सहमत हो जाओ कि मैं यहाँ रुकूंगा, लेकिन उनसे कहो कि वो अपने गांव में जाके सुसमाचार सुनाए। അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഭാഷ അറിയില്ല. उन लोगों ने कहा, हमें तो तुम्हारी भाषा नहीं पता। അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഭാഷ അറിയാം, ഞാൻ പോയിക്കൊള്ളാം. तो मैंने कहा, मुझे भाषा मालूम है तो मैं जाऊंगा। ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, ये कहने का तात्पर्य, നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. हमारे जीवन में जो प्राथमिकता को हम तय करते हैं वो परमेश्वर के वचन के अनुसार होना है। അല്ല എന്ന് വരികില് ഈ കറയും ചുളുക്കവും നമ്മെ ബാധിക്കത്തക്ക രീതിയിൽ
നമ്മെ സ്വാധീനിക്കുന്ന ഒരു ലോകത്താണ് നാം കഴിയുന്നത്. अगर ऐसा नहीं है तो ये कलंक और ये झुर्री जो है ये हमारे ऊपर प्रभाव डाल सकता है. ऐसी एक संसार में हम है. വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് പോലും ദൈവം ശില്പിയായി നിർമ്മിച്ച മറ്റൊരു ദേശം എനിക്കുണ്ടെന്നുള്ള ആ കാഴ്ചപ്പാടിലാണ് എബ്രാം തന്റെ ജീവിതം നയിച്ചത്. और अपने प्रतिज्ञा किया हुआ देश में पहुंचने के बावजूद भी अब्राहम इस विश्वास के साथ जीता रहा कि परमेश्वर रचने वाले उस नगर में मैं एक दिन पहुंचूंगा. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഒരു ദിനം എന്റെ വായാലും നാട്ടിലോട്ട് വരും. मुझे सुनने वाले मेरे प्रियजनों, तुम लोग निश्चय एक दिन तो वापस इस गांव में आएंगे. അപ്പോൾ നിങ്ങളുടെ പെട്ടിക്കകത്ത് എന്തൊക്കെയോ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ആ പ്രയോറിറ്റി നിശ്ചയിക്കുന്നു. तो उस समय में आपकी पिटारे में आपको क्या लाना है ये आप निश्चय करते हो. എത്ര കിലോ കൊണ്ടുപോകണം, कितना किलो ले जाना है, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകണം. क्या कुछ लेकर जाना है. എനിക്ക് തമാശയായിട്ട് ഒരു കാര്യം ഉണ്ടായി. एक ऐसा मजाक की बात मेरे साथ हुआ. ഞാൻ പഠിപ്പിച്ച ഒരു സഹോദരൻ കുറച്ച് നാളുകളായിട്ട് അമേരിക്കയിലായിരുന്നു. मैंने एक भाई को सिखाया था, वो कई सालों से विलायत अमेरिका में था. അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോകുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടില് കൊക്കക്കോള ഇല്ല. तो वो यहाँ से जब गए थे उस समय में हमारे गांव में यानी केरल में कोका कोला नहीं था. അപ്പൊ പുള്ളിക്കാരൻ വരും വലിയ 2 ലിറ്റർ കൊള്ളാവുന്ന കൊക്കക്കോള കുപ്പികളായി അത് നിറയെ കൊക്കക്കോള അങ്ങോട്ട് കൊണ്ടുവന്നു. तो वो जब गांव आए तो वो 2 लीटर का जो कोका कोला का बोतल होता है वो बोतल लेकर आया. വീട്ടുകാര് ചോദിച്ചു, എടാ നീ വിഡ്ഢി, നീ എന്തിനാ ഇതോടെ കൊണ്ടുവന്ന്, ഇവിടെ കിട്ടാനുണ്ട്. तो घर वाले ने बोला, अरे मूर्ख तूने ये यहाँ क्यों लाया, ये तो यहाँ मिलता है. നമ്മളെ എല്ലാ യാത്രയിലും നമ്മൾ തീരുമാനിക്കും എന്തായിരിക്കണം കൊണ്ടുപോകേണ്ടത്. हमारे हर सफर में यात्रा में हम निर्णय लेते हैं क्या वो चीज है जो हमें हमारे साथ ले जाना है. യേശു കർത്താവ് പറഞ്ഞു, ധനവാനായ മനുഷ്യൻ താൻ കൃഷി ചെയ്തു സാധനങ്ങളെല്ലാം ഉണ്ടാക്കി എന്നിട്ട് താൻ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് തന്നോട് തന്നെ പറയുമ്പോൾ കർത്താവ് അവനെ മൂഢ, ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കാൻ പോകുന്നു. उस धनवान का दृष्टांत कहते हुए यीशु मसीह ने ऐसा कहा, उसने अपने खेत में उपज लाया, उसने उसको बटारा अपने भंडारशाला में भर दिया और धन को इकट्ठा किया और उसने कहा खाओ पियो और मौज करो. उस समय यीशु मसीह उससे पूछता है कि ए मूर्ख, आज अगर तेरा जीवन तुझसे लिया जाए, तेरी आत्मा को मैं मांगता हूँ, तो तेरी अनंतता कहाँ होगा. നമ്മൾ ഏതിനാണ് പ്രയോറിറ്റി കൽപ്പിക്കുന്നത്? हम किस चीज को प्राथमिकता देते हैं. വ്യക്തിപരമായിട്ട് നമുക്ക് ചോദിക്കണം. व्यक्तिगत जीवन में हमें ये सवाल करना है. എബ്രാമിന്റെ ജീവിതത്തിലെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ദിനവും കഴിയുക, അവൻ ഒരുക്കുന്ന ദേശത്തേക്ക് വേണ്ടി തയ്യാറാകുക. इब्राहिम के जीवन की प्राथमिकता को पूछे तो केवल इतना ही था, जिस परमेश्वर ने मुझे बुलाया उस परमेश्वर के साथ रिश्ते में सदैव बना रहूं और परमेश्वर मेरे लिए रचने वाले उस नगर में पहुंचूं. പ്രിയമുള്ളവരെ, നാം ഒരു കാത്തിരിപ്പിൻ ജീവിതം നയിക്കുന്നവരാണ്. हम एक बाढ़ जोगने वाला जीवन बिताने वाले हैं प्रियजनों. ഒന്നുകിൽ നമ്മുടെ കർത്താവിന്റെ വരവ്, या तो परमेश्वर का आगमन. ആ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടുമോ? उस आगमन में क्या मैं उठा लिया जाऊंगा. അല്ല, ഇന്ന് ഞാൻ കർത്തൃസന്നയിൽ ചേർക്കപ്പെടുകയാണെന്ന് ഒരിക്കലേ, ഞാൻ മരണമാണെന്ന് ഒരിക്കലേ ഞാൻ കർത്തൃസന്നയിൽ ചേർക്കപ്പെടുമോ? नहीं तो अगर आज मेरी मृत्यु हो जाता है, मौत हो जाती है, तो क्या मैं परमेश्वर के संग में उठा लिया जाऊंगा. ഇനി ആരോടെങ്കിലും നിരക്കാനുണ്ടോ, പറയാനുണ്ടോ? अब किसी से कोई मेल मिलाप करना है क्या, कोई बात करनी है. ജീവിതത്തെ മുഴുവനായിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കിക്കേ. पूरे जीवन को एक बार आप मोल कर देख लीजिए. എന്നിട്ട് ദൈവസന്നയിലെ ഒരു ഒരുക്കപ്പാട് ഈ ദിനം നമുക്ക് നടക്കട്ടെ. और हमारे जीवन में परमेश्वर के पसी के हिसाब से एक तैयारी हो. ആർക്കും ഇന്ന് എന്ന് പറയുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. कोई भी आज ये नहीं कह सकता, ऐसा एक परिस्थिति में हम सब लोग हैं. ഇന്നലെ കണ്ടവൻ നാളെ ഇല്ല. कल जिसको देखा वो कल नहीं है. പണമുള്ളവനെ അല്ലെങ്കിൽ പണമില്ലാത്തവനെന്ന് ചോദ്യം ഉദിക്കുന്നില്ല. ഈ വൈറസ് എല്ലാവരും കയറി പിടിക്കുകയാണ്. धनी
या निर्धन, ये कोई सवाल नहीं। ये बीमारी सभी को पीड़ित करता है। നമുക്ക് ദൈവസേനയിൽ ഒരുങ്ങാം. हम परमेश्वर की उपस्थिति में तैयार होंगे। കർത്താവെ, ഏത് നിമിഷവും യാത്രയാണെന്ന് വരികിൽ ഞാനിത് തയ്യാറാണെന്ന് പറയാം. परमेश्वर, किसी भी क्षण मुझे यहाँ से यात्रा करना पड़े, मैं तैयार हूँ। എബ്രാമിന്റെ ജീവിതത്തിലെ ടെസ്റ്റ് ഓൺ പ്രയോറിറ്റീസ് വാസ് സോ ക്ലിയർ ഇൻ ടു ഹിസ് ലൈഫ്. अब्राहम के जीवन में उसकी प्राथमिकता बहुत ही स्पष्ट रूप से तय किया हुआ था। സെക്കൻഡ് ടെസ്റ്റ് ഓൺ വാല്യൂസ്. और दूसरा जो है मूल्यों के बारे में जो परखा जाना था। ഏതിനാണ് മൂല്യമുള്ളത്? किसके लिए मूल्य चुकाता है? ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കേണ്ടത്. उत्पत्ति का किताब 13वें अध्याय के 6 आयत से पढ़ना है। അവർ ഒന്നിച്ചു പാർക്കാൻ തക്കവണ്ണം ദേശത്തിനെ അവരെ വഹിച്ചുകൂടാഞ്ഞു. ഇവിടെ എബ്രാമും ലോത്തും അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. तो यहाँ पर इब्राहिम और लूत जो है एक साथ बसेरा करते हैं। ഇവിടെ ലോത്ത് വന്നിട്ട് തന്റെ സഹോദരനോട്, തന്റെ പിതാവിന്റെ സഹോദരൻ എബ്രാമിനോട് പറയുകയാണ്, നമ്മുടെ ധാരാളം നമുക്ക് സ്വത്തുക്കളുണ്ട്, നമ്മുടെ ആട്ടുവറ്റം വലുതായിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഒന്നിച്ച് നീങ്ങുന്ന ബുദ്ധിമുട്ടാണ്. तो यहाँ पर लूत आकर अपने पिता के भाई से कहता है, अभी हम लोग दोनों बहुत ही धनी है, हमारे पास बहुत से भेड़ बकरियां, गाय और बैल है, इसलिए अब एक साथ चलना मुश्किल है। എബ്രാം യാതൊരു പ്രയാസവും കൂടാതെ പറയുകയാണ്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോയിക്കൊള്ളാം. इब्राहिम बिना किसी संकोच के साथ कहता है, अगर तू दाएं जाएगा तो मैं बाएं जाऊंगा, अगर तू पूर्व की ओर जाएगा तो मैं पश्चिम की ओर जाऊंगा। എങ്ങനെയാണ് എബ്രാമിന് അത് പറയാൻ കഴിയുന്നത്? अब्राहम कैसे ये कह सकता है? വാസ്തവത്തിൽ എബ്രാം പറയേണ്ടത്, എടാ ഞാൻ ആദ്യം തെരഞ്ഞെടുക്കട്ടെ, എന്നിട്ട് നീ തെരഞ്ഞെടുത്താ മതി. सही मायने में इब्राहिम ये कह सकता है कि पहले मैं चुनूंगा, उसके बाद तू चुन लेना। നോ, എബ്രാം പറയുന്നത് നീ എടുത്തോ, ഒരു ചോദ്യവുമില്ല. अब्राहम ऐसा नहीं करता, वो कहता कोई सवाल नहीं, पहले तुम चुन लो। കാരണം എന്താണ്? कारण ഈ ലോകമല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ये संसार मेरा मकसद नहीं है। ഞങ്ങള് ഒരു പ്രത്യേക സാഹചര്യത്തിലായപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരം നൽകി തരണമെന്ന്. एक खास विषय के सामने मैं प्रार्थना कर रहा था कि मसीह, इस विषय के सामने आप हमें उत्तर देना। ദൈവം എനിക്ക് തന്ന ഒരു വാക്യം ഇതായിരുന്നു, യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ 36 വാക്യം. यूहन्ना 18 का 36 ये वचन परमेश्वर ने मुझे दिया। അവിടെ വായിക്കുന്നത്, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. वहां पर हम पढ़ते हैं कि मेरा राज्य ये पृथ्वी का नहीं है। എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ ഈ രാജ്യമല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്. परमेश्वर कहता है कि ये मेरा राज्य नहीं है। പ്രിയമുള്ളവരെ, നമ്മള് ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. मसीह लोगों, हम यहाँ के राज्य के लिए बहुत से यत्न करते हैं। ഇപ്പോൾ ഈ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്നു. इन दिनों में उपवास की प्रार्थना है, इसलिए हम इसको प्राथमिकता देते हैं। എന്നാൽ ഈ ദിവസങ്ങൾ കഴിഞ്ഞാലോ? लेकिन ये दिन खत्म होने, ഇത് കേരളത്തിലെ ലോക്ക്ഡൌൺ ഇന്നത്തോടെ തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, केरला में जो लॉकडाउन है वो आज समाप्त होगा, इसके इंतजार में सब लोग थे। എന്റെ പുള്ളി ഇതിപ്പോ 31 വരെ നീട്ടിയിരിക്കുന്നു, എന്തൊരു സങ്കടം. अब वो बोलते हैं कि नहीं, अभी ये तो 31 तारीख तक लंबा किया गया है, कितना दुख होता है। എന്റെ പുള്ളിക്കാരന്റെ ചോദ്യം, ഇനിയും നീട്ടി കൊണ്ടുപോകുമെന്നാ. अब उनका सवाल ये कि और लंबा चलेगा। ഞാൻ പറഞ്ഞത്, कहने का तात्पर्य, നമ്മുടെ ജീവിതത്തില് നാം ഏതിനാണ് വാല്യൂ കൽപ്പിച്ചിരിക്കുന്നതെന്നാ ചോദിക്കുന്നത്. हमारे जीवन में हमने कौन सी उस वस्तु को मूल्य दिया है। കർത്താവ് ഒരു ഉപമ വളരെ ലളിതമായി പറഞ്ഞ് മത്തായി സുവിശേഷം 13 അധ്യായത്തിന്റെ 44 വാക്യത്തിലാണ്. मत्ती 13 उसके 44 में परमेश्वर ने बहुत ही अच्छा एक दृष्टांत बोला। അവിടെ പറയുന്നത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം.
അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. എന്താ ഇവിടെ പുള്ളിക്കാരൻ ചെയ്തത്? यहाँ पर उस व्यक्ति ने क्या किया? തന്റെ മറ്റുള്ളതെല്ലാം വിറ്റേച്ച് ഈ പർട്ടിക്കുലർ ഇത് മേടിക്കാനായിട്ട് താൻ തയ്യാറായി. अपना सब कुछ बेचकर ये खास जगह को खरीदने के लिए लगा. നമ്മുടെ ജീവിതത്തില് കർത്താവിനെ അനുഗമിക്കുന്നതാണ് പ്രയോറിറ്റി എന്ന് കാണാൻ കഴിഞ്ഞില്ല എന്ന് വരികില് നമ്മൾ അപകടത്തിലാണ്, നമ്മൾ പ്രയാസത്തിലാണ്. हमारे जीवन में अगर परमेश्वर के पीछे होना ये हमारी प्राथमिकता है, इसको अगर हम नहीं समझते तो हम कष्ट में आएंगे. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ചോദിക്കട്ടെ, നമുക്ക് വാല്യൂസിനെ കുറിച്ചുള്ള ടെസ്റ്റ് നടത്തിയാൽ നാം ജയിക്കൂ? इसके संबंधित में एक सवाल करता हूं, अगर ऐसे मूल्यों का एक परखे जाना हमारे जीवन में होता है, क्या हम उसमें जयवंत होंगे? രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിക്കുക, सुबह उठकर परमेश्वर के वचन को पढ़ना, ദൈവവുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുക, പ്രാർത്ഥിക്കുക, परमेश्वर के साथ वार्तालाप करे, प्रार्थना करे, ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന് പ്രാതിനിധ്യം കൊടുക്കുക. रोजमर्रा के जीवन में परमेश्वर को प्राथमिकता दे. ഇങ്ങനെയുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ ആ വാല്യൂസ് ഞാൻ മനസ്സിലാക്കി ദൈവത്തോട് കൂടെ മാത്രമേ കാണാനായിട്ട് കഴിയുന്നു? तो ऐसे जीवन में मेरे जीवन की मूल्यों को समझकर कैसे मैं परमेश्वर के साथ मात्र जीवन बिता पाता हूँ? ആദിയിൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, पहले उसके राज्य और धर्म की खोज करो, അതോടുകൂടെ സകലവും നൽകി തരാമെന്ന വാഗ്ദാനമുണ്ട്. उसके साथ सब कुछ मिलेगा, ये प्रतिज्ञा है. അപ്പോൾ പ്രയോറിറ്റി എവിടാ പോകുന്നത്? तो हमारी प्राथमिकता कहाँ है? ഏതിനാ വാല്യൂ കൊടുക്കേണ്ടത്? किसे मूल्य देना है? നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. भजन संगीता में पढ़ते हैं, तेरे वचन को खोज कर मैंने उसको खाया है. വചനം 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ മൂല്യമുള്ളതാണെന്ന് വായിക്കുന്നു. और हम पढ़ते हैं वचन 100 या 1000 जो सिक्के हैं सिल्वर के, उससे भी बहुमूल्य है. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവവചനമാണെന്ന് 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. 119वां भजन संगीत में पढ़ते हैं, ये स्वर्ग में हमेशा स्थायी दृढ़ ऐसा वचन है. ചാലക്കുടിയിലെ ഞാൻ സുവിശേഷം പങ്കുവെച്ച ഒരു പ്രിയ സഹോദരൻ രാമകൃഷ്ണൻ, അദ്ദേഹം പറയാറുണ്ട്, ഈ പുസ്തകം കയ്യിലെടുക്കാൻ ഞാൻ യോഗ്യനല്ല സാറേ എന്ന്. चालकुड़ी में आपका एक प्रिय एक व्यक्ति जो रामकृष्णन है, वो अक्सर कहते हैं कि ये किताब हाथ में लेने के लिए मैं काबिल नहीं हूँ. കാരണം കുടിച്ച് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് യേശുവിനെ അറിയുവാൻ ഇടയുണ്ടായത്. क्योंकि शराब पीकर अपने जीवन को नाश करते समय यीशु मसीह को जान पाया, ग्रहण किया. അതിനുശേഷം ഈ ദൈവവചനത്തെ കുറിച്ചുള്ള ആ വില മനസ്സിലാക്കിയപ്പോ പുള്ളി പറഞ്ഞു, അയ്യോ ഇതെന്റെ കയ്യിലെടുക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന്. उसके बाद जब उस वचन को पढ़कर वचन के मूल्य को समझा तो उन्होंने कहा, हाय मुझ पर, ये वचन को उठाने के लिए मैं योग्य नहीं हूँ, काबिल नहीं हूँ. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തിന്റെ മൂല്യം എന്തെന്ന് നമുക്കറിയാമോ? प्रिय लोगों, हमारे हाथ में जो पवित्र शास्त्र है, इसका मूल्य क्या है, क्या हम जानते हैं? ഈ മൂല്യമുള്ള ഈ വചനം നാം കയ്യിൽ എടുത്തിട്ട് ദൈനംദിന ദിനം ഈ വചനത്തോട് എന്റെ ജീവിതവുമായിട്ട് താതാത്മ്യപ്പെടുത്താനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? ये वचन जिसको इतना बहुमूल्य कहा जाता है, क्या मेरे रोजमर्रा के जीवन में इस वचन के सामने, इसके वचन के साथ मेरी जीवन को जोड़कर मैं अपने आप की तुलना करता हूँ? ഈ വചനം നാം പലപ്പോഴും വായിക്കാറുണ്ട്, നാം മെമ്മറൈസ് ചെയ്യാറുണ്ട്, പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? हम इस वचन को अक्सर पढ़ते हैं, इसे याद भी करते हैं, लेकिन हमारे प्रायोगिक जीवन में इस वचन को कैसे हम अमल करते हैं? കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കേണ്ടതിന് വേണ്ടി ഈ വചനത്താൽ നാം മുഴുവനായിട്ടും കവർ ചെയ്യപ്പെടണം. हमें ताकि कोई झुर्री या कोई कलंक या ऐसा कोई भी बात, दोष हमारे में ना पाया जाए, इसलिए ये मूल्य वचन से हमें अपने आप को पूर्णता ढकना है. അപ്പോഴാണ് കുടുംബജീവിതം ധന്യമാകുന്നത്.
तब हमारी पारिवारिक जीवन जो है वो धन्य होगा। അപ്പോഴാണ് നാം ചെയ്യുന്ന ജോലി സ്ഥലത്ത് നമ്മെ കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യമുണ്ടാകുന്നത്. और तब हम जिस दफ्तर में काम करते हैं वहां पर दूसरे हमारे बारे में समझ पाएंगे। നമ്മെ കാണുന്നവർ ദൈവത്തെ കാണുവാനിടയുണ്ടാകും. और उस समय में जो हमें देखेंगे वो परमेश्वर को देखने लगेंगे। ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ പൊത്തിഫേറിന്റെ വീട്ടിൽ താൻ അവിടെ ജോലി ചെയ്തിരുന്നപ്പോൾ അവനിൽ ദൈവം ഉണ്ട് എന്ന് തനിക്ക് കാണുവാൻ കഴിഞ്ഞു എന്ന് 39 അധ്യായം 39 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. यूसुफ के जीवन के बारे में जब हम पढ़ते हैं उत्पत्ति की किताब 49 में हम ऐसा देखते हैं, यूसुफ जब पोतीफेर के घर में काम करता था उस समय उसके स्वामी ने ये देखा कि यूसुफ जो भी करता है उसके साथ परमेश्वर है। യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അവന്റെ യജമാനൻ കണ്ടു. वो जो भी करता है उसमें कृतज्ञता है और जो भी करता है उसमें सफल होता है क्योंकि परमेश्वर उसके साथ है, ऐसा उसके स्वामी ने देखा। അപ്പോൾ നമ്മുടെ ജീവിതം ഇതേ കറയും ചുളുക്കവും ഇല്ലാതെ ഞാൻ ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തോടുകൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള വസ്തുത അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. तो मेरे जीवन में पाप नहीं, झुर्री नहीं है, कलंक नहीं है और मैं परमेश्वर के साथ जीने वाला व्यक्ति हूँ, इसका समझ उन लोगों को हो जाता है। ക്രിസ്തീയ സഭ കണ്ടതിലേക്ക് ഏറ്റവും വലിയ മിഷണറി സംഘടനയായിരുന്നു മൊറേവിയൻ മിഷണറിമാർ. मसीह समूह ने जो देखा सबसे बड़ा नुमाइंदों का एक जुट था मोराइन जो मिशनरीज थे। ഇപ്പോൾ ഒരു ഇടത്തോട്ട് സുവിശേഷം പറയാനായിട്ട് പോകാൻ സാധ്യമല്ല എന്ന് വരികിൽ അവിടെ ഏതെങ്കിലും നിലയ്ക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് അവർ അന്വേഷിക്കും. अब अगर किसी जगह पर सुसमाचार सुनाना संभव नहीं है तो वहां पर कैसे प्रवेश मिल सकता है, वो इसकी खोज करते थे। അവർ ഒരിടത്ത് പോകാനായിട്ട് അവർക്ക് കഴിയുകയില്ല, പക്ഷെ അവിടെ അടിമകളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. तो उनको पता चला कि एक जगह में ऐसी खास जगह में वो प्रवेश नहीं कर सकते, लेकिन वहां पर जो है स्लेव्स चाहिए था। ഞാന് അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ന്യൂ ഹാവൻ എന്ന് പറഞ്ഞ ഇടത്ത് ന്യൂ ഇംഗ്ലണ്ട് എന്നാണ് ആ ഏരിയ അറിയപ്പെടുന്നത്. അവിടെ സ്ലേവ് മാർക്കറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും അത് അവര് ആ മോണുമെന്റലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. और अमेरिका में जो जहां आप रहते थे न्यू हेवन या फिर न्यू इंग्लैंड जिस नाम को जाना जाता था, वहां पे स्लेव मार्केट या जहां पर नौकरों को खरीदा जा सकता है, दास का जो मार्केट है वो वहां पर आज भी वो एक सजावटी रूप पे उसको वहां पर बरकरार रखा है। അപ്പോൾ ആ സ്ലേവ് മാർക്കറ്റിലെ നമ്മൾ കന്നുകാലികളെ കൊണ്ടുവന്ന് നിർത്തുന്ന പോലെ ഈ ആളുകളെ കൊണ്ടുവന്ന് നിർത്തും. दास या गुलाम के जो बाजार होते हैं उसमें जैसा भेड़ बकरियों को लिया जा सकता है वैसे लोगों को जाके वहां पर बेचा जाता है। മൊറേവിയൻ മിഷണറിമാര് അവര് സ്ലേവ് ആയി പോകാനായിട്ട് അവിടെ പോയി നിൽക്കും. और मोरेवियन जो मिशनरीज थे ये नुमाइंदे थे, ऐसा गुलाम बनकर जाने के लिए वो वहां पर जाकर उस कतार में खड़े हो जाते। അങ്ങനെ അവർ അവിടെ പോയി ക്രിസ്തീയ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ യജമാനൻ നീ എന്താ ഇങ്ങനെ ജീവിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവനോട് ഈ സന്ദേശം പറയുന്നത്. और वो जब अपने जीवन में मसीह जीवन को बिताते हैं और जब उनका मालिक ये देखकर पूछता है कि तू ऐसा क्यों है, तब उनको वो परमेश्वर के बारे में बताते थे। അവരുടെ വിശ്വാസ ജീവിതം, उनका विश्वास का जीवन, അവരുടെ പ്യൂരിറ്റി ഓഫ് ലൈഫ്, उनका जीवन का एक पवित्रताई, അവരെ ഈ മറ്റുള്ളവരിൽ നിന്നെല്ലാം വേർപാട് അനുഷ്ഠിക്കുന്നത്, और बाकी अन्य चीजों से जो अलगावट वो बरतते हैं, അതെല്ലാം ആ ചെല്ലുന്ന സ്ഥലത്ത് യജമാനനെ സ്വാധീനിക്കാൻ മുഖാന്തരമാകുന്നു. और ये तमाम बातें जहां भी वो जाते हैं वहां पर इस मालिक के ऊपर जो है एक प्रेरणात्मक एक जोर डालता है। പ്രിയമുള്ളവരെ, നമുക്ക് ടെസ്റ്റ് ഓൺ വാല്യൂസിനെ കുറിച്ച് ഒന്ന് വന്നാൽ നാം എങ്ങനെയാ അതിനെ ആൻസർ ചെയ്യുക? प्रिय लोगों, हमारे मूल्यों के ऊपर अगर एक परीक्षा होता है तो हम कैसे उसमें उत्तीर्ण होंगे? ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോ ഒരു അബദ്ധം പറ്റി. हम दोनों जब अमेरिका में थे तो एक गलती हुआ। ഞങ്ങൾക്ക് ട്രാഷ് എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അതാ സംഭവം. ट्रैशर क्या है ये हम लोग जान नहीं पाए थे। ആദ്യം
ഒരിക്കൽ ഞങ്ങള് പാല് വാങ്ങിച്ചപ്പോൾ അത് ഒരു ക്യാൻ, അതായത് ഓൾമോസ്റ്റ് 4 ലിറ്റർ ആണ്, അത് ഒരു ക്യാനിലാ കിട്ടിയത്. तो पहले जब हमने दूध खरीदा तो एक 4 लीटर का कैन होता है, ऐसे कैन में वो मिलता है। വളരെ സന്തോഷത്തിൽ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇത് കഴിഞ്ഞാലേ നമുക്ക് ഇത് തന്നെയായിട്ട് ഇനിയും പോകാമെന്ന്. और हम बहुत खुश हो गए और हमने कहा कि इसमें से जब ये दूध खत्म होगा तो इसी को ले जाकर हम फिर से दूध खरीदेंगे। ആ പാല് കഴിഞ്ഞപ്പോൾ അടുത്ത വീണ്ടും ഞങ്ങൾ ഈ ക്യാനുമായിട്ടാണ് പിന്നെ പാല് വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിൽ കടയിൽ ചെന്നത്. और उसके बाद ये खत्म होने के बाद यही कैन को लेकर हम लोग फिर से दूध खरीदने के लिए गए। പക്ഷെ അപ്പോഴും വേറെ ക്യാനിലാ കിട്ടിയത്. लेकिन उस समय फिर दूसरा कैन मिला। അപ്പൊ ഞങ്ങൾ ഈ ക്യാൻ വന്ന് കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് അങ്ങോട്ട് പോയിരുന്ന് അതിവിടെ സൂക്ഷിച്ചു വെച്ചു. और ये जो कैन हम लोग धोकर लेके गए थे वो बर्तन धोकर हमने यहाँ पर संभाल कर रखा। ഏകദേശം 6 മാസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ വീട് നിറയെ കാലി ക്യാനായി. तो लगभग 6 माह के बाद हमारा पूरा घर में जो है ये कैन से भर गया। നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. हमारी गांव की जो सोच है वो हमारे मन में था। നമുക്ക് ഏതിനാ വില കൊടുക്കേണ്ടെന്ന് അറിയില്ല. हमें किसकी चीज को मूल्य देना है हम नहीं जानते। ഇതെല്ലാം കഴുകി സൂക്ഷിച്ചു വെച്ചു. ये सब धोकर हमने संभाल कर रखा। പിന്നെ ഞങ്ങൾ ഇത് വളരെ സങ്കടത്തോടെയാണ് ട്രാഷിൽ കൊണ്ടിട്ടത്. और उसके बाद बहुत दुख के साथ हम कूड़ा में इसको फेंक के आए। ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, मेरा कहने का तात्पर्य, പ്രിയമുള്ളവരെ, നമുക്ക് ഏതിനാണ് വില കൽപ്പിക്കേണ്ടതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. प्रिय लोगों, हमें किस चीज को मूल्य देना है, क्या हमने ये समझ लिया है? നാം നിത്യതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ്. हम अनंतता के लिए सफर करने वाले लोग हैं। അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ വസ്തുക്കൾക്കല്ല എന്റെ ലക്ഷ്യമായിരിക്കേണ്ടതെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. और ऐसे अनंतता की ओर जब हम सफर यात्रा करते हैं तो ये संसार की बातें मेरा मकसद नहीं है, यहाँ पर रहना मेरा मकसद नहीं है, इस बात को अच्छे से समझना है। മൂന്നാമത്തേത് ടെസ്റ്റ് ഓൺ ഫെയ്ത്ത്ഫുൾനെസ്. तीसरा जो है हमारी विश्वास योग्यता के परखे जाना। നമ്മളെ 13ാം അധ്യായത്തിൽ വായിക്കുന്നത് തന്നെ ലോത്ത് തന്നെ വിട്ട് യാത്ര പോയി. ഉൽപ്പത്തി പുസ്തകം 13ാം അധ്യായം. उत्पत्ति की किताब 13वें अध्याय में हमने देखा कि लूत जो है इब्राहिम को छोड़कर चला गया। എന്നിട്ട് താൻ ചെന്ന് പറ്റിയ സ്ഥലത്ത് അവിടെ യുദ്ധം നടക്കുന്നിടത്താ ചെന്ന്. और उसके बाद वो जिस राज्य में पहुंचा वो तो युद्ध भूमि था। അങ്ങനെ എബ്രാമിന് വിവരം കിട്ടി, ലോത്തിനെയും അവന്റെ സകല സാധനങ്ങളെയും ഇതേ വേറൊരു രാജ്യം പിടിച്ചു കൊണ്ടുപോയെന്ന്. तो इब्राहिम को खबर मिला लूत और उसके तमाम संपत्ति को कोई राजा आकर लड़ाई करके उन पर जीत हासिल करके उन्हें पकड़ कर ले गए। നമ്മൾ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും മറുപടി പറയാ? अगर हम वहां पर इब्राहिम के जगह होते तो हमारा जवाब क्या होता? അനുഭവിക്കടാ, അനുഭവിക്കുക, എന്നെ വിട്ട് നീ പോയതല്ലേ, നിന്റെ വഴിക്ക് പോയി നീ സഹിക്കേ. हमें छोड़ के तू गया है ना, ऐसा ही तेरे साथ होना है, अब जाकर। എന്നാൽ എബ്രാം അതല്ല ചെയ്യുന്നത്. लेकिन अब्राहम वो ये नहीं करता। താൻ ദൈവസേനയിലെ ദൈവിക സ്വഭാവം മറ്റ് ഇതേ തന്റെ സഹോദരനെ നഷ്ടപ്പെട്ടപ്പോൾ അവന്റേതെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ബന്ധപ്പെടുന്നതായിട്ട് കാണുന്നു. ये परमेश्वर के सामने उसकी स्वभाव को रखकर वहां पर हम देखते हैं कुलीनता के कारण अपने भाई का जो भी नष्ट हो गया है उसे वापस लेने के लिए इब्राहिम वहां पर तैयार होता है। ആ ഫെയ്ത്ത്ഫുൾനെസ് തനിക്ക് എങ്ങനെയാ ലഭിച്ചത്? वो विश्वास योग्यता उसे कैसे मिला? ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. परमेश्वर के साथ जो रिश्ता है, इस वजह से ദൈവവുമായുള്ള ബന്ധത്തിൽ തന്റെ ജീവിതത്തെ താൻ കണ്ടപ്പോൾ എന്റെ സഹോദരന്റെ നഷ്ടം എന്റെ നഷ്ടമാണ്. परमेश्वर के साथ उस रिश्ते में जब उसने भाई को देखा तो मेरा भाई का नुकसान मेरा नुकसान है। അവിടെ നിന്നും പിന്നെയും ലോത്ത് ചെന്നിട്ട് നമ്മൾ വായിക്കുന്നത് താൻ സ്വദോം ഗോമോറയിലെത്തി. वहां से हम देखते हैं लूत जो है सोदोम गोमोरा नाम जगह पहुंचा। അവിടെയും എബ്രാം ലോത്തിനു വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. वहां पर भी हम देखते हैं इब्राहिम लूत के लिए बिचवाई करता है। അത് 18ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. वो 18वें उत्पत्ति के 18वें अध्याय में हम पढ़ते हैं। അവിടെ 4 തവണ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, 6 തവണ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ഇവരെ വിടുവിക്കാമോ എന്നാണ് ചോദ്യം മുഴുവൻ. वहां पर 4 मर्तबा परमेश्वर से सवाल करता है कि
कि किसी तरह क्या इसे बचाया जा सकता है। എന്നിട്ട് നമ്മളെ 19 അധ്യായത്തിലോട്ട് വരുമ്പോൾ और उसके बाद जब 19वें अध्याय में हम आते हैं, അവിടെ വായിക്കുന്നത് എബ്രാമിനെ ഓർത്തിട്ട് ദൈവം ലോത്തിനെ വിടുവിച്ചു എന്നാണ്. वहां पर हम पढ़ते हैं इब्राहिम के कारण लूत को बचाया। ഇത് അതിന്റെ 29ാമത്തെ വാക്യം, 19ന്റെ 29. 29वां आयत में हम इसको पढ़ सकते हैं। എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. എബ്രാമിനെ ഓർത്തിട്ടാണ് ലോത്തിനെ വിടുവിക്കുന്നത്. इब्राहिम को याद करके लूत को बचाता है। ഇത് എബ്രാമിന്റെ വിശ്വസ്തത, ദൈവമായുള്ള ഫെയ്ത്ത്ഫുൾനെസ് നമ്മൾ കാണേണ്ടത്. और इसमें इब्राहिम का परमेश्वर के प्रति जो विश्वास योग्यता है उसको हमें देखना है। അവന്റെ നാശത്തിലല്ല എബ്രാം ഇഷ്ടപ്പെടുന്നത്. उसे उसके नाश में नहीं इब्राहिम अच्छा लगा, എന്നാൽ അവനെ വിടുവിക്കുന്നതിൽ, അവനെ രക്ഷിക്കുന്നതിലാണ് എബ്രാമിന് താല്പര്യമുള്ളത്. लेकिन उसे बचाने में, उसे छुड़ाने के लिए इब्राहिम की इच्छा था। പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹം എന്താണ്? വാസ്തവം प्रिय लोगों, हमारी इच्छा क्या है? ദൈവത്തോടുള്ള വിശ്വസ്ത പുലർത്തുന്ന വ്യക്തിയാണെന്ന് വരികിലെ ആരുടെ നാശമല്ല, അവരുടെ എല്ലാ രക്ഷയാണ് നമുക്ക് ലക്ഷ്യമായിരിക്കേണ്ടത്. अगर परमेश्वर के साथ विश्वास योग्यता को रखने वाले लोग हैं तो हम किसी का नुकसान नहीं इच्छा करेंगे, बल्कि उनकी उद्धार और उनकी रक्षा का इच्छा करेंगे। ദൈവം നമുക്ക് ഈ ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ചുള്ള ടെസ്റ്റ് വെച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിന് ആൻസർ ചെയ്യുക? परमेश्वर अगर हमारे सामने हमारी विश्वास योग्यता को परखने के सवाल रखेंगे तो हमारा जवाब कैसा होगा? ഈ എബ്രാമിന്റെ ജീവിതത്തിലെ ലോത്തുമായുള്ള ബന്ധത്തിൽ നാം കണ്ടത് ഇതേ ദൈവിക സ്വഭാവം പകർത്തുവാനായിട്ടാണ് എബ്രാം തന്റെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത്. तो अब्राहम के जीवन में हम देखते हैं अब्राहम और लूत के रिश्ते के बीच में ईश्वरीय या परमेश्वर का रिश्ता, परमेश्वर का वो बातों को अपने जीवन के द्वारा वो प्रकट करना चाहा। തിമോഥെയോസിന്റെ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ താല്പര്യമെന്ന്. तिमुथियुस के पत्र में पौलुस ने कहा कि किसी का भी नाश ना हो, लेकिन तमाम लोग उद्धार पाए, ये परमेश्वर की इच्छा है। യേശു കർത്താവ് ജനങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇതേ ഇവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി ഞാൻ അവരെ കാണുന്നു. यीशु मसीह ने भीड़ को देखकर कहा, जैसे एक भेड़ को चरवाह नहीं है, वैसे ये छिन्न भिन्न या फिर तितर बितर हुए लोग हैं। യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം എന്താണ്? यीशु मसीह संसार में आने का जरूरत क्या था? കാൽവരി ക്രൂശിൽ മരിക്കേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു? कालवरी के सलीब पर क्यों मरना था? പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. प्रिय लोगों, हम में से हर एक को बचाने के लिए था। നമ്മെ ദൈവമക്കളാക്കി തീർക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. हमें परमेश्वर का संतान बनाने के लिए था। അങ്ങനെയെന്ന് വരികില് എനിക്ക് ദൈവത്തോട് അടുത്ത്, കർത്താവേ, അങ്ങയോടുള്ള വിശ്വസ്ത പുലർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് സമർപ്പിക്കാനായിട്ട് കഴിയുമോ? ऐसे से तो क्या हम समर्पण कर सकते हैं? परमेश्वर, मुझे आपके प्रति विश्वास योग्यता को प्रकट करना है। നമ്മെ ഉപദ്രവിക്കുന്നവര് അല്ലെങ്കിൽ നമ്മെ നിരസിക്കുന്നവര്, അവരോട് നമുക്ക് സന്തോഷത്തിൽ ഇടപെടാനായിട്ട് കഴിയുമോ? हमें जो सताते हैं या हमें जो तकलीफ पहुंचाते हैं, चोट पहुंचाते हैं, क्या हम उनसे प्रेम से व्यवहार कर सकते हैं? അത് നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുബന്ധമോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോ ആരോ ആകട്ടെ, वो हमारे मित्र हो सकते हैं, सगे संबंधी हो सकते हैं, हमारे रिश्तेदार हो सकते हैं, कोई भी होने दो। അവരോടൊക്കെ നമുക്ക് സ്നേഹത്തിൽ ഇടപെടുവാൻ, उन तमाम लोगों के साथ प्रेम से व्यवहार करने के लिए, ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുവാൻ, परमेश्वर के प्रेम को हमारे जीवन के माध्यम से दिखाने के लिए, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. परमेश्वर को तुम्हारी जरूरत है क्या, ऐसा हम कह सकते हैं। നിങ്ങളെ കൂടെ നിത്യരാജ്യത്തിലേക്ക് പങ്കാളിയാക്കുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനെ ഞാൻ മാതൃകയാണെന്ന് കാണിപ്പാനായിട്ട് കഴിയും. तुम्हें भी अनंतता के अनंत जीवन में ले जाने के लिए यीशु मसीह संसार में आया और उसके लिए मैं एक आदर्श हूँ, क्या ऐसा हम बता। നാലാമത്തേത് ടെസ്റ്റ് ഓൺ പേഷ്യൻസ്. और चौथा जो है
धीरज के ऊपर जो परीक्षा है, ഇത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. और ये बहुत मुश्किल एक बात है. വെയിറ്റിംഗ് അപ്പോൺ അത് വളരെ പ്രയാസമല്ലേ. बाढ़ जो होना या इंतजार करना, നമ്മൾ പലപ്പോഴും ഈ ആ ഒരല്പം താമസിച്ചാൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമ്മൾ കാണിക്കും. हम कई मर्तबा थोड़ी सी अगर किसी चीज में देर हो जाते हैं तो हमारा हर प्रकार का नखरा हम दिखाएंगे. ദൈവം എബ്രാഹിമിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന്. परमेश्वर ने जब इब्राहिम को बुलाया तो उनको बोला कि मैं तुम्हें एक बहुत बड़ा जाति बनाऊंगा. അത് കഴിഞ്ഞ് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, उसके എനിക്ക് बाद സന്തതി തന്നിട്ടില്ല. उसके बाद कई मर्तबा परमेश्वर को बताया कि तुमने मुझे कोई औलाद नहीं दिया. അത് കഴിഞ്ഞ് 99ാമത്തെ വയസ്സിലും കിട്ടിയിട്ടില്ല. അപ്പൊ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ നീ എന്റെ ഉത്പാദം നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന്. और उसके बाद 99 जब उसका बरस हो गया तभी भी नहीं मिला, तभी भी बोला कि तू मेरे सामने निष्कलंक बने रहा. എന്നിട്ട് 100ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ ലഭിച്ചു. और उसके बाद उस 100वें अपनी शताब्दी की आयु में उसे एक बच्चा मिला. അതേ വരെയുള്ള വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. और वैसा एक इंतजार का समय है. അത് ഭയങ്കര വിഷമമല്ലേ. और ये बहुत तकलीफ का समय है. ഞങ്ങള് വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ ഞങ്ങൾക്ക് മോനുണ്ടായത്, ഒരു കുഞ്ഞുണ്ടായത്. आप लोगों की शादी के बाद लगभग 12 साल के बाद एक बच्चा पैदा हुआ. ഞങ്ങൾക്കറിയാം അതിന്റെ പ്രയാസങ്ങൾ എത്രയായിരുന്നു. हम जानते हैं कितना मुश्किल था. കാര്യമൊക്കെ നല്ലത് തന്നെ. നമ്മുടെ വിശ്വാസ സമൂഹമൊക്കെ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളില്ല കേട്ടോ. ഇപ്പൊ വിവാഹം കഴിഞ്ഞ് മറ്റുള്ളവര് ആ കേറി വരുന്ന നേരത്തെ ഇവരുടെ മുഖം കാണണ്ട. വളരെ സന്തോഷത്തിൽ ഞങ്ങളെ ഒന്നിങ്ങോട്ട് വന്ന് ഒരു കാര്യം സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് വേണം ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന ചെറുക്കനും വേണം ഈ വീട്ടിലോട്ട് ഇങ്ങോട്ട് കയറട്ടെ. और कई मर्तबा इतना जलील होना पड़ा कि कई बातों में जब भी शादी वगैरह में जाते थे तो हमारे विश्वासी समूह के ही लोग ये समझते थे कि अगर कोई नया शादी हो जाए तो वो लोग जब घर प्रवेश करते हैं तो ये लोग वहां पर ना होना अच्छा होगा, तो कोई ना कोई बहाना बनाकर हमें वहां से दूर ले जाते थे. വിവാഹത്തിന്റെ അവസാനത്തിൽ ഒരു ബ്ലെസ്സിംഗ് പ്രയർ ഉണ്ടല്ലോ. शादी के आखिर में एक आशीष का प्रार्थना होता है. സാധാരണ എല്ലാവരും അതിനെ എന്നെ വിളിക്കാറില്ല. और बहुत से लोग मुझे उसके लिए नहीं बुलाते. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് ചെയ്ത ഒരൊറ്റ ആളേ ഉള്ളൂ. അത് PC എബ്രഹാം സാറ് റാന്നിയിൽ. लेकिन उसमें से अलग एक ही व्यक्ति ने किया, हमारे रानी का PC अब्राहम सर. അദ്ദേഹത്തിന്റെ മകന്റെ മകനെ ഞാനാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. उनके बेटे के बेटे को, उनके पोते को परमेश्वर के सामने समर्पण आपने किया था. അവരുടെ വിവാഹങ്ങളിൽ പലതും ഞാനാണ് ശുശ്രൂഷിക്കാൻ സാറ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. और उनके बहुत से शादियों में प्रभु के दास ने मुझे जोर देकर मुझी से सेवकाई करवाया. ഞാൻ ഇത് പറഞ്ഞതിന്റെ താല്പര്യം, ये कहने का तात्पर्य കുടുംബത്തിൽ നമുക്ക് പലപ്പോഴും ഇത് ഒരു പേഷ്യൻസ് എന്ന് പറഞ്ഞത് ഒരു കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല വിഷയങ്ങളുള്ള ബന്ധത്തിലും പേഷ്യൻസിനെ നമ്മൾ എത്ര സ്ഥാനം കൊടുക്കുന്നു. तो हमारे जीवन में ये जो धीरज की बात है, केवल पारिवारिक बातों में नहीं लेकिन अन्य चीजों में भी हम कितना ये धीरज को हम मूल्य देते हैं. ഞങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളോട് ഒരു 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 പ്രൊഫസർ സാധാരണ പറയാറുണ്ട്, സൈമൺ, whenever the fruit is ripe, that the time you need to shake the branches. हम लोग जब विलायत में थे उस समय एक प्रोफेसर अक्सर कहा करते थे, जब फल पक जाता है उस समय आपको डाली को हिलाना है. ആ പുള്ളി എന്നോട് പറയാൻ കാര്യം ഉണ്ടായത്, നീ എവിടെ ചെന്നാലും ഒരു ഇച്ചിരി കൊള്ളാവുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നീ പറയണം എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന കാരണങ്ങളൊക്കെ വേണമെന്ന്. കാരണം അന്ന് എനിക്ക് കാറില്ല. ഏകദേശം 1 വർഷത്തോളം ഞാൻ കാറില്ലാതെ അവിടെ ജീവിച്ചു. कहने का तात्पर्य, जब भी आप कहाँ भी पहुंचे तो जिस व्यक्ति को आप मिले तो तुरंत आपकी जरूरत बता देना. और ये इसलिए कहा क्योंकि उस समय में मेरे पास वहां पर गाड़ी नहीं थी अपनी. എന്റെ ചിന്ത മുഴുവൻ ഞാൻ സാധനങ്ങൾ ആളുകളോട് ചോദിക്കുകയല്ല വേണ്ടിയത്, നേരെ തിരിച്ച് എന്നെ വിളിച്ച് ദൈവത്തോടാണ് ഞാൻ ചോദിക്കേണ്ടത്. और मेरा जो सोच था वो ये है कि मुझे लोगों से मेरी कोई भी जरूरत को मांगनी नहीं है,
और मैं मेरे परमेश्वर जिसने मुझे बुलाया उसी से मांग करूंगा। അപ്പോൾ ഈ തണുപ്പ് കാലത്ത് എങ്ങനെയാ നടക്കുന്നു പോവുക? तो ये ठंडी के समय में, ठंडी के मौसम में कैसा चल के जाएंगे? ഇനി ഞാൻ പ്രാർത്ഥിക്കാറില്ല, കർത്താവേ ഈ തണുപ്പത്ത് എവിടെ ഉറച്ചു നിൽക്കാതെ നടക്കാനായിട്ട് കൃപ തരണേ. तो मैं प्रार्थना करता था इस ठंडी के समय में कहीं भी सिकुड़ न जाऊं, चलने के लिए आप मुझे शक्ति देना। ഞങ്ങൾ താമസിക്കുന്നിടന്ന് 5 മൈൽ ദൂരെയാണ് മാർക്കറ്റ് ഏരിയ ഉള്ളത്. हम जहाँ रहते थे वहां से 5 मील दूर पर അവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. और वहां पर चलना इतना आसान नहीं है। അതുപോലെ മോളെ സ്കൂളിൽ കൊണ്ടുവിടണം, എനിക്ക് ഏകദേശം 2 കിലോമീറ്റർ 2 മൈൽ പോകണം അതിന്. और बच्ची को स्कूल में छोड़ना है, उसके लिए 2 मील चलना है। ഞാനിത് പറയാൻ കാര്യമുണ്ടായത്, ദൈവം നമ്മെ പല ഒരു പേഷ്യൻസിന്റെ ഒരു ടെസ്റ്റ് വെച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും? कहने का तात्पर्य जो है, परमेश्वर जब ऐसे हमारे जीवन में हमारी धीरज को परखने का विषय ले आएगा तो हम कितना उसमें सफल हो पाएंगे। ചില കാര്യങ്ങൾക്ക് നമ്മൾ തക്ക നേരത്ത്, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാല് ഉരുളയ്ക്കുപ്പേരി കൊടുക്കുന്ന അനുഭവത്തിലുള്ള സംസാരം പറഞ്ഞെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ. तो हमारे गांवों में अगर हम देखें तो हम किसी बात का धीरज नहीं करते। अगर जैसे हमको कोई बताता है तो उसी समय में उत्तर देना होता है, ऐसा हमारा बर्ताव होता है। എന്നാൽ കാര്യം നടന്നില്ലേലും കുഴപ്പമില്ല, അതെനിക്ക് അപ്പൊ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, ഞാനൊന്ന് ശാന്തനായി ഇരുന്നാൽ എന്താ അതിന്, അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? लेकिन ऐसा कभी हमने सोचा है क्या? अब कोई कुछ कहता है तो तुरंत मुझे उसका उत्तर देने का जरूरत नहीं है, थोड़ा इंतजार करके, थोड़ा वेट करके, धीरज के साथ अगर हम रहेंगे तो कैसा होगा? എല്ലാത്തിന്റെയും ലക്ഷ്യമായിരിക്കേണ്ടത് ഞാൻ ദൈവസേനയിൽ ചേർക്കപ്പെടുവാനായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. और सबसे प्रथम हमें हमेशा ये स्मरण रखना है, मैं परमेश्वर के सामने उस अनंतता में पहुंचने के लिए यात्रा करने वाला व्यक्ति हूँ। ഞാൻ പരദേശിയാണ്, मैं एक परदेसी हूँ। ഞാൻ ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുവാനായിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. परमेश्वर के राज्य में जुड़ने के लिए, वहां पर पहुंचने के लिए यात्रा करने वाला व्यक्ति हूँ। അതുകൊണ്ട് എനിക്ക് പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. ഞാൻ മാറി നിൽക്കേണ്ടതിനെ ഞാൻ മാറി നിന്നേ പറ്റുള്ളൂ. വേർപാട് ജീവിത ഉപദേശം എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. इसलिए मुझे जो करना है वही करना है, मुझे जिसमें अलग रहना है मुझे अलग रहना है, मुझे जो बोलना है केवल वही बोलना है, जहां से मुझे दूर हटना है मुझे दूर जाना है। परमेश्वर के जीवन के अनुसार, उस बुलावट और उस उपदेश के अनुसार ही मेरे जीवन के चाल चलन और बर्ताव होना है। ദൈവം പ്രോമിസ് ചെയ്തെങ്കിൽ അവൻ നിവർത്തിക്കുമെന്നുള്ളതിന്റെ ഉറപ്പിൽ എന്റെ ജീവിതം നയിപ്പാനായിട്ട് എനിക്ക് കഴിയണം. परमेश्वर ने अगर प्रतिज्ञा दिया है तो वो उसे पूरा करेगा, इस भरोसे में मेरे जीवन को मुझे बिताना है। എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദേശമുണ്ട്, मेरे लिए रचने वाला एक देश है, ആ ദേശത്തേക്കുള്ള യാത്രയാണ് ഞാൻ ചെയ്യുന്നത്. और उस देश की ओर एक सफर, एक यात्रा मैं कर रहा हूँ। ഞാൻ അമേരിക്കയിലെല്ലാം പോയി വന്നപ്പോൾ अमेरिका से जाकर जब लौट आया, ഞങ്ങളുടെ അടുത്ത് വളരെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ എന്റെ അടുത്തോട്ട് വന്നു, എന്റെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സൈമൺ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഒരു ബിസിനസ് ആരംഭിക്കാം. तो मुझसे प्रेम करने वाले हमारे घर के पड़ोसी, बहुत ही हम प्रिय रखने वाले एक व्यक्ति मेरे पास आकर बोला, साइमन भाई हम लोग एक व्यवसाय डालेंगे। അതിനെ പുള്ളി എല്ലാ സഹായം ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം. എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരാളാണ്, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. और उसके लिए वो तमाम चीजों को वो करेंगे, जो भी जरूरत है वो सब करेंगे, और हम बहुत ही विश्वास करने वाले हमारे परिवार का ही एक सदस्य है। അപ്പം പുള്ളിയുടെ ധാരണ ഞാൻ ഒത്തിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. तो उनकी सोच थी कि मैंने बहुत पैसा लेके आया हूँ। ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ വിളിക്കുന്ന ചേട്ടായി ഞാൻ പണമൊന്നും കൊണ്ടുവന്നിട്ടില്ല. तो मैं उनमें चेटाई बुलाता हूँ, मैंने कहा चेटाई मैं तो कोई पैसा लेकर नहीं आया। പുള്ളി പറഞ്ഞു, ഞാനും കൂടെ കുറച്ച് സഹായിക്കാം. तो उन्होंने कहा कोई बात नहीं, मैं थोड़ी मदद करता हूँ। നിന്നെ കുറിച്ച് പലർക്കും നല്ല അഭിപ്രായമാണുള്ളത്, ഇപ്പോൾ തുടങ്ങിയ കാര്യം നടക്കുമെന്ന്. और मेरे बारे में बहुत से लोग अच्छा अनुमान रखते हैं कि इनके साथ शुरू करेगा तो बेहतर होगा। അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ല, ഞാനൊരു സുവിശേഷകനാ. तो मैंने कहा नहीं, मैं तो एक प्रचारक हूँ, ആ സുവിശേഷകൻ ഐഡന്റിറ്റി കളയാൻ എനിക്ക് ഇഷ്ടമില്ല. और प्रचारक की उस पहचान को मैं खोना नहीं चाहता। അപ്പൊ എന്നോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്?
तो उन्होंने पूछा तो ठीक है, तो आपका बात कैसा चलेगा, आपका जीवन कैसे चलेगा? ആ നടക്കുന്നത് എന്നെ വിളിച്ച് ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ് എനിക്കുള്ളത്. तो मैंने कहा जो परमेश्वर ने मुझे बुलाया वो जीवित है उस आधार पर। ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത് പണം കണ്ടാൽ നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? कहने का तात्पर्य अगर पैसा हो तो हमें कैसा जीना है? Are we ready to wait upon the Lord for His action? क्या परमेश्वर के लिए इंतजार करने के लिए हम तैयार है ताकि वो कार्य करे? ഇത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. और ये अपने आप से करने का एक सवाल है। പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവിൽ നമ്മൾ അതിനെയൊക്കെ അങ്ങ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. कई मर्तबा हम दूसरों के साथ जो प्रतिक्रिया करते हैं ये हमारे बल में मैं कुछ करूंगा इस रीति से है। എന്ന് നേരെ തിരിച്ച് കർത്താവേ നിന്റെ സമയത്ത് നീ പ്രവർത്തിച്ചാൽ മതി എന്നതിനെ കുറിച്ച് പേഷ്യൻസിനോടുകൂടി ഇരിക്കാനായിട്ട് കഴിയും. लेकिन उसके एवज में धीरज के साथ क्या हम बैठ सकते हैं कि परमेश्वर आपके समय में आप कार्य करना। കർത്താവ് അതിന് നമുക്കൊരു മോഡലാണ്. और परमेश्वर उसके लिए हमारे सामने एक नमूना है, एक आदर्श है। നമ്മള് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പാപം ചെയ്തില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിരിക്കുന്നവരോട് താൻ പകരം ശകാരിച്ചില്ല, എന്നാൽ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കാത്രേ ചെയ്തത്. पहले पत्रुस 2 उसका 21 से लेके हम पढ़ेंगे तो वहां पर हम पढ़ते हैं कि जिसने उसको गाली नहीं दिया, जिसने उसको निंदा किया उसको निंदा नहीं किया, और ये तमाम बातें जो है और जो मुंह से छल कोई भी बात नहीं निकला, और वह गाली सुनकर गाली नहीं देता और दुख उठाकर किसी भी धमकी से नहीं देता, पर अपने आप को सच्चे न्यायी के हाथ में सौंपता था। എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. मेरे लिए कार्य करने वाला एक परमेश्वर है। He will act upon the right time. वो सही समय पर अपना कार्य करेगा। It will be at the right mode. वो एकदम सही समय होगा। അതുകൊണ്ട് എനിക്ക് അവനിൽ ആശ്രയിക്കാൻ എളുപ്പമുണ്ട്. और इसीलिए मुझे उस पर भरोसा करना आसान है। 5-ാമത്തേത് ടെസ്റ്റ് ഓൺ ഒബീഡിയൻസ്. और 5वां जो है हमारा आज्ञाकारी होने का परीक्षा। ഇത് ഒരു വലിയ ചോദ്യമാണ്. ये एक बहुत बड़ा सवाल है। എങ്ങനെ അനുസരിക്കുക? कैसे हम आज्ञा माने? നമ്മൾ ചിലര് കാര്യം പറഞ്ഞാൽ ഓക്കെ ഞാൻ അനുസരിക്കാം. अगर कोई कुछ कहे तो हम कहेंगे ठीक है, हाँ करूंगा। ഓക്കെ, നിർബന്ധത്തിന്റെ പേരിൽ അനുസരിക്കുന്നവരുണ്ട്. बहुत से लोग जोर के वजह से या जबरदस्ती के वजह से आज्ञा मानते हैं, ചിലരെ അനുസരിക്കുന്നത് പേടികൊണ്ടാണ്. और कुछ लोग डर के वजह से आज्ञा को मानते हैं। ഞാൻ ബീഹാറിൽ ചെന്നപ്പോൾ ഒരു പയ്യൻ അവനെ രക്ഷിച്ചപ്പെട്ട എന്നാ എന്നോട് പറഞ്ഞത്. അപ്പൊ സ്നാനം എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സ്നാനപ്പെടാത്തത്? बिहार में जब मैं गया तो वहां पर एक बंदा मिला, वो विश्वास में है ऐसा बताया था, लेकिन वो उद्धार पाया है, बपतिस्मा नहीं लिया था। അപ്പൊ അവന് കുറച്ച് വാക്യങ്ങളൊക്കെ അറിയാം. तो वो कुछ आयतों को वो जानता है। അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ക്രൂശിൽ കിടന്ന ആ കള്ളൻ സ്നാനപ്പെട്ടോ? तो उसने पूछा कि सलीब पर जो वो चोर था क्या वो बपतिस्मा लिया? അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് മാർക്കോസ് 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലെ, അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അവിടെ വിശ്വസിക്കാത്തവനും സ്നാനമേൽക്കാത്തവനും ശിക്ഷാവിധിയിലാകപ്പെടുമെന്നില്ലല്ലോ. तो वहां पर मरकोस का 16वां अध्याय उसके आखिरी में लिखा है कि जो विश्वास करेगा, जो बपतिस्मा लेगा, तो वो जो विश्वास करता है उसको कोई शिक्षा या न्याय या दंड नहीं है। അപ്പൊ നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മൾ കുറെ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങളെ വിവേചിക്കുന്നത്. तो ऐसे किसी तर्क के सामने हम सही और गलत को हम ठहराते हैं। എന്നാൽ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു ചോദ്യവുമില്ല. ദൈവം പറഞ്ഞു ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ചെയ്തുകൊള്ളാം. लेकिन परमेश्वर की आज्ञा मानने वाले व्यक्ति के मन में कोई भी संदेह या सवाल नहीं। परमेश्वर कहता है तो मैं करूंगा। യേശു കർത്താവ് മാതൃക കാണിച്ചു തന്നു. यीशु मसीह हमारे लिए आदर्श दिखाया। യേശു കർത്താവ് ഒരു ആജ്ഞയായിട്ട് പറഞ്ഞു. यीशु मसीह ने एक आज्ञा के तौर पर हमें बोला। ശിഷ്യന്മാർ അനുസരിച്ചു.
चेलों ने आज्ञा मानी। ഇന്നും കർത്താവിന്റെ ദാസന്മാർ പലരും ഇത് അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഇതിനു വേണ്ടി ചെയ്യുന്നു. आज भी परमेश्वर के कई दास लोग इस बात को पूरा करते हैं और दूसरों को ये करने के लिए बताते हैं। എന്നാൽ പിന്നെ നമ്മൾ എന്താ അനുസരിക്കാത്തത്? तो फिर हम क्यों आज्ञा नहीं मानते? കാരണം നമ്മുടെ സ്വന്തം ചില കുറെ കാര്യങ്ങളുണ്ട്. क्योंकि हमारी निजी कुछ जरूरतें हैं। എന്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു, मेरा एक प्रिय मित्र था, അദ്ദേഹം മരിച്ചുപോയി. वो अब गुजर गए। അപ്പൊ പുള്ളി പറഞ്ഞത്, കർത്താവ് എന്നാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്? उन्होंने पूछा परमेश्वर या यीशु मसीह कब सेवा के लिए निकला? അപ്പോൾ 3.5 വർഷമാണ് താൻ ശുശ്രൂഷിച്ച. 30ാമത്തെ വർഷത്തെ വയസ്സിലായിരിക്കും സ്ഥാനപ്പെട്ട് കാണാന്ന പുള്ളിയുടെ ആർഗ്യുമെന്റ്. तो 3.5 साल तक उन्होंने सेवा किया, तो इसका मतलब है 30वें साल में या 30वीं उम्र में उन्होंने बपतिस्मा लिया होगा। അപ്പൊ പുള്ളിക്കാരൻ അതേ വരെ കാത്തിരിക്കാമെന്ന്. तो उन्होंने कहा तब तक मैं इंतजार करूंगा। പിന്നെ പുള്ളി എങ്ങനെയോ 30ാമത്തെ വയസ്സിലാണ് സ്നാനം എടുത്തു. उसके बाद किसी तरह अपने जब 30वीं आयु में उन्होंने बपतिस्मा लिया, എന്നിട്ട് പുള്ളിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. और उसके बाद सेवकाई करने की इच्छा है। അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവം വല്ലതും ഉണ്ടായോ? तो मैंने पूछा, परमेश्वर यीशु मसीह जो बपतिस्मा लिया उस अनुभव क्या, वो अनुभव आपको हुआ? അതൊന്നും പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. तो उन्होंने बोला नहीं, वो कुछ नहीं हुआ। പുള്ളിക്ക് സുവിശേഷ വേലയ്ക്ക് പെട്ടെന്ന് വിളി ഉണ്ടായത് അമേരിക്കയ്ക്ക് പോകുക എന്നുള്ളതാണ്. और उसे जो सुसमाचार के लिए बुलावट हुआ वो ये था कि जल्दी से अमेरिका में जाए। അപ്പൊ സെൻട്രൽ മാസ്റ്ററെ ഏതാണ്ട് ഒരു സെൻട്രൽ മാസ്റ്ററെ കണ്ട് ഒരു കത്ത് വാങ്ങിച്ചു, ഇയാള് സുവിശേഷകനാണെന്ന്. അപ്പൊ അവിടെ പോകുമ്പോൾ കാണിച്ചു കൊടുക്കാനാ ഞാൻ ശുശ്രൂഷിക്കാൻ കഴിയുള്ള ആളാണ്. तो किसी एक सेंट्रल पास्टर को मिले और उनसे एक पत्र लिया कि ये बताने के लिए कि मैं वहां जाकर सेवा कर सकता हूँ। എന്തായാലും സുവിശേഷ വേലയൊന്നും ചെയ്തില്ല. तो सुसमाचार तो कुछ सेवकाई कुछ किया नहीं। അപ്പൊ ഞാൻ പുള്ളിയുടെ സഹോദരിയെ ഒരവസരത്തിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന്റെ പേര് ജോസ് എന്നാ, ഞങ്ങള് കുഞ്ഞു ജോസ് എന്നാ വിളിക്കുന്നത്. കുഞ്ഞു ജോസ് എപ്പോഴാ പറഞ്ഞത് അദ്ദേഹം മരിച്ചുപോയെന്ന്. तो उनके एक बहन हमारे यहाँ पर है, जिनको देखकर तो मैंने पूछा, हम लोग उसको कुंज जूस बुलाते हैं प्रेम से, कि वो कहाँ है। तब पता चला कि उनका देहांत हुआ। അപ്പൊ എന്നോട് പറഞ്ഞു, കുഞ്ഞു ദിവസം അമേരിക്ക പോയി സുവിശേഷ വേലയ്ക്കാ പോയത്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു കപ്പിൽ സാധനമായിട്ട് വന്നിരുന്നു. तो उन्होंने बोला कि वो जो है वहां पर सुसमाचार के लिए गए थे, लेकिन जब आया तो एक जहाज भरकर सामान लेके आया। അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ എവിടെയും സുവിശേഷ വേലയ്ക്ക് സ്ഥലം പുള്ളി കണ്ടില്ലയോ? तो मैंने पूछा, भारत में कहीं भी सुसमाचार सुनाने के लिए उन्हें जगह नहीं मिला क्या? നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യാണ് ഒബീഡിയൻസിന് വേണ്ടി. हमारे जीवन में भी परमेश्वर परखता है ये आज्ञाकारिता के लिए। എന്നാല് നമ്മള് ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കും. लेकिन हम परमेश्वर को सवाल ना करते हुए क्या आज्ञाकारी बनेंगे? ഉൽപ്പത്തി പുസ്തകം 22ാം അധ്യായത്തിന്റെ 16ാം വാക്യത്തില് उत्पत्ति 22 का 16वें आयत में അവിടെ എബ്രാഹിമിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കാം. वहां पर इब्राहिम के बारे में जो कहा है उसको ध्यान से पढ़ना। നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. 18ാം വാക്യം, എന്റെ വാക്ക് നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് പിന്നെ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്? क्योंकि तूने मेरी बात मानी है। उत्पत्ति का किताब 22 उसका 18। അപ്പോൾ ആ വാക്ക് അനുസരിക്കാനുള്ള ആ പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നാ ചോദിക്കാം. तो वो बात मानने की प्राथमिकता हमारे जीवन में है या नहीं, इसको हमें सवाल करना है। പ്രിയമുള്ളവരെ, നിത്യതയിൽ ചേർക്കപ്പെടുവാൻ ഒരുക്കപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. प्रिय लोगों, अनंतता में जुड़ने के लिए, उठा लिए जाने के लिए तैयार होने वाले लोग हैं हम सब। അങ്ങനെയെന്ന് വരികില് കർത്താവേ, നിന്റെ എല്ലാ വാക്കുകളും ഞാൻ അനുസരിക്കാം. अगर ऐसा है तो परमेश्वर तेरी तमाम बातों का मैं आज्ञा मानूंगा। നമ്മൾ ഏത് രാജ്യത്ത് പോവുകയാണെന്ന് വരികിലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. हम अगर किसी भी राज्य में जाते हैं तो वहां के कायदे कानून जो है वो उसका पालन करना पड़ता है।
ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് വരെയുള്ള ദൈവവചനത്തിൽ കാണുന്ന അനുസരിക്കാൻ നാം തയ്യാറുണ്ടോ എന്നാണ് ഇന്ന് ചോദിക്കേണ്ടത്. तो परमेश्वर के राज्य में प्रवेश करने के लिए प्रभु के किताब में जो कायदे कानून है, क्या वो मानने के लिए मैं तैयार हूँ? ये सवाल है। ഒരു ചോദ്യവുമില്ലാതെ അങ്ങേ ഞാൻ അനുസരിക്കാമെന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. बिना किसी सवाल के मैं तेरी आज्ञा को मानूंगा, इस तरह क्या हम अपने आप को परमेश्वर को सौंप सकते हैं? എബ്രാമിന്റെ ജീവിതത്തിലെ കർത്താവിനെ അനുസരിക്കുന്നതാണ് നമ്പർ 1 പ്രയോറിറ്റി. इब्राहिम के जीवन में परमेश्वर की आज्ञा मानना सबसे प्रथम प्राथमिकता था। താൻ മൂല്യം കണ്ടത്, വാല്യൂ കണ്ടത് ദൈവത്തെ അനുഗമിക്കുന്നതിലാണ്. और उसने जो मूल्य देखा वो परमेश्वर के पीछे होने में था। ദൈവിക വിശ്വാസം, ദൈവിക സ്വഭാവം, ഫെയ്ത്ത്ഫുൾനെസ്, അത് തന്റെ ജീവിതത്തിൽ തന്റെ സഹോദരനുള്ള ബന്ധത്തിൽ കാണിക്കുകയാണ് ചെയ്തത്. ईश्वरीय विश्वास, ईश्वरीय स्वभाव, अपने विश्वास योग्यता को लेकर अपने भाई के साथ उसने इसको दिखाया। എന്നോട് വാഗ്ദത്തം പറഞ്ഞ കർത്താവ് ഒരിക്കലും കൈവിടുന്നവനല്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. और मुझे जिसने प्रतिज्ञा दिया वो परमेश्वर उसको पूरा करने के लिए सामर्थी है, ये विश्वास करते हुए परमेश्वर के लिए बाढ़ जो होने के लिए वो तैयार था। ഈ കർത്താവിനെ അനുസരിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഭാഗ്യമെന്ന് താൻ മനസ്സിലാക്കി. और इस परमेश्वर की आज्ञा मानना मेरा जीवन का सर्वश्रेष्ठ भाग्य है, ऐसा इब्राहिम समझा। ഈ രാത്രി നമ്മോട് വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന വാട്ട് ഈസ് ഹൈയസ്റ്റ് ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയായിട്ട് ഞാൻ ഏതിനെയാ കണ്ടത്? आज रात काल हमें अपने आप से ये सवाल करना है, मेरा जीवन में सबसे बहुमूल्य क्या है? ഈ ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ നടന്നോ? ये परमेश्वर के साथ एक व्यक्तिगत भेंट, एक मुठभेड़ क्या मेरा हुआ है? ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്നെ അനുസരിച്ചുകൊണ്ട് ഞാൻ സകലരെയും ഞാൻ അനുഗ്രഹിക്കാൻ പോവാ, നിന്നെ മാത്രമല്ല എല്ലാവരെയും അനുഗ്രഹിക്കാൻ പോവാ. यहाँ पर हम पढ़ते हैं, क्योंकि तूने मेरी बात मानी, मैं तमाम लोगों को, सारी जातियों को आशीष करने वाला हूँ, केवल तुझे नहीं। അപ്പോൾ നമ്മുടെ അനുസരണക്കുറവ് കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹം ലഭിക്കാതെ പോയാൽ ആരാണ് അതിന് കുറ്റക്കാരൻ? तो हमारी उल्लंघना के वजह से, उल्लाहना के वजह से अगर दूसरे लोग धन्य नहीं होते तो कौन जिम्मेदार है? ഞാനും നിങ്ങളും അല്ലയോ? क्या मैं और आप नहीं? നമ്മുടെ ജീവിതത്തിൽ കർത്താവേ അങ്ങയുമായിട്ടുള്ള കമ്മ്യൂണിയനാണ് എനിക്ക് ആവശ്യമെന്ന് പറയാനായിട്ട് കഴിയും. हमारे जीवन में क्या हम कह सकते हैं, प्रभु मेरे जीवन में आपके साथ एक रिश्ता, आपके साथ एक बातचीत मुझे जरूरी है। കറയും ചുളുക്കുമില്ലാതെ തനിക്ക് തന്നെ വേർതിരിക്കുന്ന തേജസ്സോടെ വേർതിരിച്ചിരിക്കുന്ന ഒരു കാന്തയെ ചേർക്കുവാൻ ഇതാ യേശു കർത്താവ് വീണ്ടും ഭൂമുഖത്തേക്ക് വരുന്നു. जिसमें झुरी ना हो, कलंक ना हो और जो निर्दोष हो, ऐसा तेजस्वी कलीसिया को अपना बनाने के लिए हमारा यीशु मसीह जल्दी आ रहा है। ആ കർത്താവിനെ തേജസ്സിൽ സ്വീകരിപ്പാൻ ഞാൻ ഇന്ന് ഒരുക്കപ്പെട്ടിട്ടില്ല എന്ന് വരികിൽ ഇന്ന് പറയണം, കർത്താവെ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. उस परमेश्वर को तेजस्वी होकर स्वीकार करने के लिए अभी तक मैं अगर तैयार नहीं हूं तो मुझे आज समर्पण करना है कि परमेश्वर तैयार होने के लिए, निर्माण होने के लिए मैं अपने आप को समर्पण करता हूं। അങ്ങയുടെ വരവ് ഇന്നെന്ന് വരികിലെ ഞാൻ റെഡിയാണ് കർത്താവ്. आपकी आगमन अगर आज हो तो मैं तैयार हूं मसीह। അങ്ങയുടെ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നു എന്ന് പറയാൻ കഴിയും. आपकी तमाम आज्ञाओं को मैं पालन करता हूं, क्या ऐसा हम कह सकते हैं? വില്യം ബാർക്കലി എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ 18 പുതിയ നിയമത്തെ കുറിച്ചുള്ള കമന്ററീസ് എഴുതിയിട്ടുണ്ട്. विलियम बार्कली नामक प्रभु के दास ने नया नियम के बारे में 18 कमेंट्रीज लिखा है। പിന്നെ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, മൈൻഡ് ഓഫ് പോൾ എന്ന് തുടങ്ങി വേറെ ഒരുപാട് പുസ്തകങ്ങൾ പുതിയ നിയമത്തെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. माइंड ऑफ क्राइस्ट, माइंड ऑफ ऑल, ऐसे अनेक किताबें उन्होंने लिखी है नया नियम के संदर्भ में। വളരെ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് ചെവി കേൾവി കുറഞ്ഞു, കാഴ്ച കുറവാണ്. എന്നാല് അദ്ദേഹം വേദപുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടേയിരുന്നു. लेकिन जब वो बुजुर्ग हुए, जब बूढ़े हुए तो उनकी नजरें कमजोर हो गई, वो सुन नहीं सकते थे, लेकिन वचन से फिर भी पढ़ते रहे। അപ്പോൾ ഏകദേശം 90 വയസ്സോളം ആയിട്ടുണ്ട്. और उस समय लगभग 90 वर्ष के हो चुके थे। അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, എന്താ വായിക്കുന്നത്, ഇത്രയും പുസ്തകങ്ങളെല്ലാം എഴുതിയിട്ട് ഇനിയും വായിക്കുകയാണോ എന്ന് ചോദിച്ചു. तो उनका एक प्रिय मित्र घर पर आए, भेंट करने के लिए पूछा
कि अब क्या पढ़ रहे हो, इस विषय में आपने इतना किताब लिखा है, अब क्या रह गया है। അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഇനിയും ഞാൻ ഏതെങ്കിലും ദൈവത്തിന്റെ ഭാഗങ്ങൾ അനുസരിക്കാതെ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടെ പരിശോധിക്കുകയാണ്. उनका उत्तर, उनका जवाब ये था कि परमेश्वर के वचन से क्या कोई भी ऐसी आज्ञा है जो मुझसे छूट गया है, इसकी मैं खोज कर रहा था। പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. प्रिय लोगों, ये परमेश्वर का कलाम हमारा जीवन का भाग बनना है। ഇത് നമ്മുടെ സിരകളിലൂടെ ഒഴുകട്ടെ. ये हमारे जो नर्व्स है उसके द्वारा इसको बहना है। അങ്ങനെ കർത്താവിന്റെ ശുദ്ധയും നിഷ്കളങ്കമായ സഭയായിട്ട് നമുക്ക് അവന്റെ തിരുസന്നിധിയിൽ ചേർക്കപ്പെട്ടു. और ऐसे हमारे परमेश्वर के एक तेजस्वी कलीसिया होकर, उसका दुल्हन बनकर, बिना झुर्री के, बिना कलंक के, निर्दोष होकर हमें प्रकट होना है। അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കുന്നു. और उसके लिए प्रभु हमें सहायता करे। നമുക്ക് ദൈവസ്ഥനിൽ ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. हम परमेश्वर की उपस्थिति में तैयार होंगे, प्रार्थना करेंगे, प्रभु उसके लिए सहायता करें।